Superstar Junior. Powered by Niraparaku, presented by Nandram Sanitaries. Superstar Junior. Superstar Junior. ആദ്യം നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, Sujal Chechi. സ്റ്റീഫൻ ചേട്ടാ, And yes, we have our star orchestra Puligal. Anjali. ഹാ രജത്. അപ്പോൾ അവിടെ ഒരു ചെയറും കൂടി ഉണ്ട്. അതെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. We have a very special celebrity guest with us. അത് നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച the musical genius. Let's welcome Sharat sir. അതെ, അങ്ങനെയൊന്നും വരൂല. അതൊക്കെ ഞങ്ങൾ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത താമസിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ വിളിച്ചാൽ ഓ, അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ശരി, ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, ശരി. നമുക്ക് എന്തായാലും സാർ ഇവിടെ എത്തിയാൽ മതി. സോ ഫൈൻ. ഓക്കെ, ശരത്തേട്ടാ. ഈ എന്തൊക്കെയായിരുന്നു മ്യൂസീഷ്യൻസിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊന്നും അല്ല. പുള്ളിക്ക് എപ്പോഴും കുറച്ച് സ്പെഷ്യലായിട്ട് ഒരു ഗായകനും കൂടി ഒക്കെ വിളിച്ചാൽ പുള്ളിക്ക് ഒരു സന്തോഷമുണ്ട്. Let's welcome the one and only ശരതേട്ടൻ. പിന്നെയും പണി അത് കേട്ട് കാണത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം പറയാം, എന്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. Ready? Let's welcome the one and only ശരതേട്ടൻ. ഇനിയിപ്പോ ഞാൻ കൂടുതൽ സ്ത്രീജനാണ്. അതെ, നമ്മുടെ കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും കൊച്ചു പിള്ളേരല്ലേ. ശരത്തിന്റെ അനിയന്മാര് വിളിച്ച ശരത്ത് വരൂല, ശരത്തിന്റെ ചേച്ചി വിളിക്കണം. ശരത്തു, ശരത്തേ, വെൽക്കം. ചേച്ചിയുടെ ചേച്ചിയും പഞ്ചില്ല തോന്നുന്നു. എന്തായി ചേച്ചി? ചേച്ചി അനിയന്മാർ ഇനിയിപ്പോ അനിയത്തി ശരത്തു അല്ലേ? അങ്ങനെ വിളിച്ചോണ്ടായിരിക്കും ചിലപ്പോ വരാം. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ അങ്ങനെ നിങ്ങളൊക്കെ വിളിച്ചാ വരുമോ? അതെ, നിങ്ങൾക്ക് ഒരു പരിചയമില്ലല്ലോ. ശരിയാ, ശരി. ഇല്ല കേട്ടോ, ഇല്ലടാ. നമ്മള് വിളിച്ചിട്ട് വന്നിട്ടില്ല. നമുക്കൊരു ചാൻസ് കൊടുക്കാം. എന്തായാലും നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. കാരണം നമ്മളൊക്കെ വിളിച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ആഗ്രഹമല്ലേ. വിളിക്കട്ടെ, വിളിച്ചോളൂ. അല്ല, ഒരു പണിയാം. അതിനു മുമ്പ് നമ്മുടെ പുലികളെ കൊണ്ട് വിളിപ്പിച്ചാലോ? ഇവരെ വിളിക്കട്ടെ. Ready? 1 2 3 4. രക്ഷയില്ല. ഇത്ര ശരി, ഞാൻ കൂടുതൽ വരാം. ഇത് കഴിഞ്ഞ നമുക്ക് ക്യാമറമാൻമാര് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പോവാൻ സ്റ്റേജിൽ. വേണ്ട, നമുക്കൊരു കാര്യം പിള്ളേരെ വലിച്ചെടുക്കുന്ന ചക്ക പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കാനേ. പിള്ളേർ റെഡിയാണോ? 1 2 3 go. That's a hearty welcome to Superstar Junior. Superstar Junior. ഇപ്പോഴാണ് മനസ്സിലായത് ജൂനിയർ കുട്ടികൾ വിളിക്കുമ്പോഴാണ് സാർ വരുന്നത്. അതെ, അത് കാര്യം നമ്മുടെ പ്രായം കൊണ്ടൊക്കെ സമമായിട്ട് നിൽക്കുന്നവർ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ വരാറുള്ളൂ. അത് മാത്രമല്ല, സ്റ്റീഫൻ വിളിച്ചപ്പോൾ വരാത്തത്, സ്റ്റീഫൻ ഇപ്പം ബോംബെയിലാണ്. എനിക്കാണെങ്കിൽ അധോലോകം പേടിയാണ്. പിന്നെ വിജയ് വിളിച്ചു. വിജയ് ഞാൻ വിളിച്ചാൽ വിജയ് പാടാൻ വരത്തില്ല. പിന്നെ വിജയ് വിളിക്കുമ്പോൾ ഞാൻ വരുന്നതിന് ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ മോഹനേട്ടനാണ്. മോഹനേട്ടൻ വിളിച്ചെങ്കിൽ ഞാൻ വന്നേനെ. അല്ല, അപ്പൊ ശരതേട്ടാ, ഈ പുലികൾ വിളിച്ചിട്ട് എന്താ വരാഞ്ഞേ? വൃത്തികെട്ട പുലികൾ. അവരൊക്കെ കണ്ടതിൽ കുറേ സന്തോഷം. കേട്ടോ, പുലികളാണെങ്കിലും അവരൊക്കെ എന്താ പറയണ്ടേ, കുറേ നാളുകൾ കൊണ്ട് നമ്മൾ കണ്ടും കേട്ടും സഹിച്ചും ഇരിക്കുന്ന കുറേ ഇവരെ കണ്ടതിലും കുറേ സന്തോഷം. പിന്നെ ഈ ഒരു സെറ്റിൽ വരാൻ കഴിഞ്ഞതിലും എനിക്ക് കുറേ സന്തോഷം. പിന്നെ സ്റ്റീഫൻ, വിജയ്, ചേച്ചി പറയണ്ട, നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ,
മോനേട്ടനാണ് എൻ്റെ കമ്പനി. അപ്പോൾ വരാൻ കഴിഞ്ഞതിൽ കുറേ സന്തോഷം. Thank you so much for coming to the show, sir. And please join the judging And please panel. join judging panel, sir. Thank you so much. അഞ്ജലി, അപ്പോ ശരത് സാറിന്റെ എന്താ പറയാ ഇതിൽ മാനറിസംസിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി, നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരിക്കും നമുക്ക് ഇനി. Of course. അപ്പോ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്താലോ? Yes, so let's welcome our first contestant, ശിവാനി. ശിവാനി. അത് ഭയങ്കര എന്താ പറയാ ഇത് ഞാനൊക്കെ എത്ര കണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അതാണ് സംഭവം അല്ലേ? പാവല്ലേ, ആര് ജീവിച്ചു പോയിക്കോട്ടെ അതാണോ ഇത്? ഓക്കെ, ശരത് സാറും ബാക്കി എല്ലാവരും ഇരിക്കുന്ന കാരണം പിന്നെ ഇനി കൂടുതൽ നമ്മൾ പറഞ്ഞു ഇതാക്കണ്ട. ഇല്ല, അവർക്ക് കണ്ടറിഞ്ഞോളൂ, അവര് അറിഞ്ഞോളും. സോ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. ഏത് റൗണ്ടാ മോൾ എടുത്തിരിക്കുന്നത്? ഞാൻ ഫാമിലി റൗണ്ട്. ഫാമിലി റൗണ്ട്. ഓഹോ, അതായത് ഫാമിലി വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നു. അപ്പൊ ഫാമിലി റൗണ്ടിൽ ഏത് പാട്ടാണ് മോൾ പാടുന്നത്? ഞാൻ കൊഞ്ചിക്കരയല്ലേ. ഫാമിലി എന്താ ചെയ്യാൻ പോണേ? ഇന്നിപ്പോ ഞാനും എൻ്റെ അച്ഛനാണ് പാടാൻ പോകുന്നത്. ഓഹോ, എന്തായാലും പെർഫോമൻസ് നമുക്ക് കാണാം. ഓക്കേ then. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ. ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ.
കരയല്ലേ മിഴികൾ നനയല്ലേ ഇടമനമുരുകല്ലേ ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ. ശിവാനിക്കുട്ടി ചേച്ചി നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു ചേച്ചി. അല്ല ശിവാനി ആക്ച്വലി എന്താ പറയാ അച്ഛൻ പാടുന്നു എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, ശിവാനിയുടെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക ഇവിടെ വന്ന് ശിവാനിനെ ഇങ്ങനെ പാട്ടിലൂടെ വീണ്ടും സപ്പോർട്ട് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് കമന്റ്സ് കേൾക്കാം. ഒരു കാര്യം ചോദിക്കാണ്ട്, വീട്ടിലെങ്ങനെയാ നമ്മൾ ഇവിടുത്തെ അവസ്ഥ നന്നായിട്ട് കുടുംബമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എങ്ങനെയാ? തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ. ഓ അത് സോറി, ഐ ആം സോറി, അത് ഓർമ്മിച്ചതിൽ സോറി. ഓക്കെ, ശരത് സർ. ചക്രേ അങ്കിൾ സുഖാണോ? മോളെന്ത് രസമായിട്ട് പാടി. താങ്ക് യു. അതുപോലെ എനിക്കറിയാമല്ലോ നേരത്തെ വളരെ നന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പാടുന്ന കാണാൻ തന്നെ ഒരു സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, വളരെ എൻജോയ് ചെയ്തു ഞാൻ. കുറേ സന്തോഷം. എല്ലാം നന്മയുണ്ടാവട്ടെ. വിജയ് ചേട്ടാ, എനിക്ക് ശിവാനി ഇത്രയും ഒരു കൊച്ചുകുട്ടി ഇങ്ങനത്തെ ഒരു പാട്ട് ഇത്രയും ഒരു മെച്യൂറായിട്ട് പാടുന്നത് എന്നാണ് ഒരു അത്ഭുതം തന്നെയാണ്. രണ്ട് ചരണവും ഫിനിഷിംഗ് ഒക്കെ ഭയങ്കരമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ചേട്ടൻ കൂടെ യുവർ വോയിസ് ഇസ് സോ നൈസ് ആക്ച്വലി. വളരെ നല്ല, ആ ടിംബർ ഇസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. ആൻഡ് എനിക്ക് തോന്നുന്നത് അച്ഛന് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു ആദ്യം, പക്ഷെ പിന്നെ ലാസ്റ്റ് പല്ലവി വന്നപ്പോഴത്തേക്കും സൂപ്പർബ് ആയിരുന്നു. പക്ഷെ മോള് കലക്കിയിരുന്നു. സൂപ്പർ സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. കാര്യം പറയാനുണ്ട്. എനിക്ക് ഉടുപ്പ് സ്പോൺസർ ചെയ്തത് ലണ്ടനിലെ ബ്രിട്ടോങ്കളും ദുബായിലെ സിജു ചേട്ടനും പിന്നെ 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 ശരത്തെങ്കിലും പിന്നെ അമേരിക്ക സൗദിയിലെ ഷാഹിദ ചേച്ചിയാണ് എനിക്ക് ഉടുപ്പ് സ്പോൺസർ ചെയ്യുന്നത്. അതായത് ഈ സ്കെഡ്യൂളിന്റെ മുഴുവൻ അല്ലേ? ശിവാനിക്കുട്ടി, അവരുടെ അടുത്തൊക്കെ ഞങ്ങൾക്ക് ഓരോ ഉടുപ്പൊന്ന് സ്പോൺസർ ചെയ്യാൻ പറ. അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാം. ഞങ്ങൾ ഇവിടെ വിജയ് എന്താ വേണ്ടേ? ഷൂ മതിയോ? എനിക്ക് ഷൂ മതി. ഷൂ മതി. എനിക്ക് ഒരു കണ്ണട മതി. ശരത്തേട്ടൻ ഒരു നല്ലൊരു എനിക്ക് ജീൻസ് കീറിയത് അതുകൊണ്ട് ഇരിക്കുന്ന മോഡൽ. ചേച്ചിക്ക് ഒരു മാല, അത്ര മതി. സൗദി ആയതുകൊണ്ട് മാലയാവാം. ഓക്കെ, എനിക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച്. എനിക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പോൾ ലണ്ടനിൽ നിന്നും സൗദിയിൽ നിന്നും ദുബായിൽ നിന്നും എല്ലാ സ്ഥലത്തും ഗ്ലോബൽ സ്പോൺസർഷിപ്പാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. Thank you so much and keep supporting Shivani. Yes. എല്ലായിടത്തും താങ്ക്സ്. ശിവാനി പിട്ടേക്കുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. വെരി പ്രിറ്റി. അതുപോലെ തന്നെ എന്ത് മനോഹരമായിട്ടാ പാടിയേ. താങ്ക് യു. അയ്യോ, ഭയങ്കര രസമായിരുന്നു. ആ ചലനത്തിന്റെ അവസാനം ജാനകിയമ്മ ഒന്ന് വലിക്കും, ആ ഞാൻ എന്ന് പറഞ്ഞ തുടങ്ങുന്ന സ്ഥലം, അത് അതുപോലെ ഇങ്ങനെ തുടങ്ങി, പക്ഷെ കുറച്ച് പിന്നെ വിട്ടുപോയി. അതൊന്നും പാടിക്കുക. അത് കാരണം ആന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ നോട്ട് അവിടെ പോയി. അതൊന്ന് പാടും. നോവിൻ മൗനം നിറയുമ്പോഴും നാവിൽ ഗാനം പൊഴിയുന്നല്ലോ, അതു കേൾക്കെ ഇടനെഞ്ചിലറിയാതെ ഒരു കൊച്ചു നെടുവീർപ്പിൽ ഒരുകുന്നു ഞാനും. അച്ഛന്റെ പേരെന്താ? ജയസിംഹൻ. 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 ഓ, സിംഹം തന്നെയാണ് കേട്ടോ ശബ്ദം. എന്തൊരു സുഖ ടോൺ, വോയിസ് ടോൺ. ഇനിയും നിറയെ പാടണം കേട്ടോ. അച്ഛനും മോളും നിറയെ ഷോസ് ചെയ്യാൻ ഉള്ള ഭാഗ്യം വരട്ടെ. അതിൽ പ്രത്യേക സുഖമാണ് മക്കളുടെ കൂടെ പാടാൻ. Thank you so much. And
ശിവാനിക്കുട്ടി, ചേട്ടാ ശിവാനിക്കുട്ടിയുടെ ഭാവം നല്ല സൂപ്പറായിരുന്നു. താങ്ക് യു ചേട്ടാ. നല്ലൊരു അത്രയും ഓവർ പ്രഷർ വോയിസിന് കൊടുക്കാണ്ട് നല്ല ഒരു നേർത്തമായി പാടി. അത് നല്ലൊരു അതാണ് അതിൻ്റെ കറക്റ്റ് ഫീൽ എന്ന് തോന്നുന്നു. അത് നന്നായി. സർ സൂപ്പറായി പാടിയിട്ടുണ്ട് കേട്ടോ. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് കുറച്ച് ടെൻഷനായി, എല്ലാവർക്കൊക്കെ വിഷമമായി പോയി. പക്ഷെ അത് ഇന്ന് തീർന്നു. സന്തോഷമായി, എല്ലാ മുഖം കണ്ടപ്പോൾ സന്തോഷമായി. അമ്മയ്ക്കും സന്തോഷമായി ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷമായി. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇനിയും ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ കൊണ്ടുവരിക. ശിവാനി ഇതേമാതിരി ഇനി പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. താങ്ക് യു ചേട്ടാ. കേട്ടാ. താങ്ക് യു ചേട്ടാ. ഇനി മാർക്കിലേക്ക് കിടക്കാം. എന്തായാലും ശരത് സാർ ഇസ് ദേർ ടു സപ്പോർട്ട് us. ശരത് സാറിന്റെ കൂടി മാർക്ക് നമ്മൾ എല്ലാവരും കൂടി സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. ശരതേട്ടന് 1 മാർക്ക് എക്സ്ട്രാ കൊടുക്കണോ, 1/2 മാർക്ക് എക്സ്ട്രാ കൊടുക്കണോ? 1 മാർക്ക്. സൂപ്പർ. താങ്ക് യു സുജാത ചേച്ചി. ശരത്തെ 1.5 അര. അപ്പൊ ശരത് അങ്കിളുടെ 0.5 മാർക്കും കൂടെ ചേർത്ത് ശരത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അത്രയും ഒന്നാ മനസ്സിൽ എന്നെ ഇങ്ങനെ ടെലിപ്പതി എനിക്ക് തന്നു. ഓക്കെ, എന്താണ് ഈ കുറുമ്പ് കൂടുന്ന പോലെ തന്നെ മാർക്ക് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ ഫാമിലി റൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോ അച്ഛനും അമ്മേനും കൂടി കൊണ്ടുവരണം കേട്ടോ. അമ്മയുടെയും പാട്ട് ഞങ്ങൾക്കൊക്കെ കേൾക്കണ്ടേ? വേണ്ടേ? അതെന്താ? അതൊരു ഭയങ്കരമായി പോയി. അതെന്താ? അതൊരു അടിയായി പോയത്. അതെ, ശരി. എന്തായാലും നമ്മൾ കേൾക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അടുത്ത ഫാമിലി റൗണ്ടിൽ എന്തായാലും വരണം. ഓക്കെ. ഹലോ, ഞങ്ങൾക്ക് കേൾക്കണം. അവളുടെ തലയാട്ടില് അതൊക്കെ. അതെ, പെട്ടു എന്നുള്ള. ഓ, എങ്ങനെ? ഫാമിലി റൗണ്ട് വരില്ലല്ലോ. ഓഹോ, ഞങ്ങൾ ഉണ്ടാക്കി വരണം. ഇത് ക്വാർട്ടർ ഫൈനൽ ആയിട്ടുള്ളൂ. ഈ സെമി ഫൈനൽ അതും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ വരുമല്ലോ. എങ്ങനെ അറിയും? ശരി, വരുമോ വരില്ല എന്തിലാവട്ടെ. വരികയാണെങ്കിൽ ഞാൻ പപ്പ ആലോചിക്കാം. ഓക്കെ, ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, താങ്ക് യു അങ്കിൾ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. Welcome back to Superstar Junior. So നമ്മുടെ next contestant on stage, Bhavana. ഭാവന കുട്ടി, എന്തോ പാവടയൊക്കെ തട്ടി വീഴാവോ? ഇല്ലല്ലോ. എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് നോക്കണ്ടേ ഏതൊക്കെ റൗണ്ട്സാ ബാക്കിയുള്ളേ നോക്കണ്ടേ? ഈ ക്വാർട്ടർ ഫൈനൽ ആയിട്ട് പേടി വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് പേടിയുണ്ട്. എന്തിന്? ആ പേടിയൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഭാവനയ്ക്ക് ഒന്നുമല്ല, നമുക്ക് പറയാം. ഏത് റൗണ്ടാ? സ്കൂൾ ചോയ്സ് റൗണ്ട്. സ്കൂൾ ചോയ്സ് റൗണ്ട്. ഏത് സ്കൂളിലാ മോള് പഠിക്കണേ? കടയിരുപ്പിലെ സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം അല്ലേ? സ്കൂളൊക്കെ ഭാവന പഠിക്കുന്ന സ്കൂളൊക്കെ നമുക്കൊന്ന് കാണാം. യെസ്. ഭാവന എത്രത്തോളം കുറുമ്പത്തിയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നോക്കാം. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സ്കൂൾ ചോയ്സ് റൗണ്ട്. ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്കൂള് സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ. India is my country. All Indians are my brothers and sisters. ഇതാണ് എൻ്റെ ക്ലാസ്. ഇവിടെ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ഫെമിന മാം. മാം മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. വളരെ സ്വീറ്റ് ആൻഡ് ഡൗൺ ടു എർത്ത് ആയിട്ടൊരു കുട്ടിയാണ് നമ്മുടെ ഭാവന.
ഒരു സെലിബ്രിറ്റി ആയതിൻ്റെ യാതൊരുവിധ ജാടയും ഇന്നേ വരെ ഞാൻ ഈ കുട്ടിയിൽ കണ്ടിട്ടില്ല. ഇവരെല്ലാവരുമാണ് എൻ്റെ ഫ്രണ്ട്സ്. ഭാവന ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഭാവന ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറയും. പ്രത്യേകിച്ച് സുജാത മാമിനെ കുറിച്ചും വിജയ് സാറിനെ കുറിച്ചും സ്റ്റീഫൻ സാറിനെ കുറിച്ചൊക്കെ എപ്പോഴും വന്ന് പറയും. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ റൂം. മാം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. സ്കൂൾ ചോയ്സിൽ ഞങ്ങളുടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി സെലക്ട് ചെയ്തൊരു പാട്ട് ഉണ്ട്. അത് ഷി വിൽ സിങ് ഇൻ സ്കൂൾ ചോയ്സ് ആൻഡ് വി നോ ഷി വിൽ ഡു വെരി വെരി വെൽ. ഓൾ ആർ ബെസ്റ്റ് വിഷസ് ആർ വിത്ത് ഹർ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിലെ മ്യൂസിക് ബാൻഡ്. ഇപ്പോൾ ഇവിടെ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോമി സാർ, മ്യൂസിക് പഠിപ്പിക്കുന്ന സാറാണ്. സ്കൂൾ ചോയ്സ് റൗണ്ടിൽ പാടുന്ന ഗാനം ഞങ്ങൾ അധ്യാപകരെല്ലാവരും കൂടി സെലക്ട് ചെയ്ത ആ ഗാനം ഇപ്പോൾ സ്കൂൾ ബാൻഡ് ഇവിടെ ഒന്ന് ആലപിക്കുന്നതാണ്. We hope you will all support her. Thank you. വെരി നൈസ് സോങ് സെലക്ഷൻ ആണല്ലോ അല്ലേ? ഓക്കെ, പഠിച്ചു പാടില്ലേ? അപ്പോ ഇഞ്ചിയുടെ പഴവുമായി ഭാവന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇഞ്ചിയുടെ പഴക മഞ്ചീവ പഴക ഇഞ്ചിയുടെ പഴഹി മഞ്ചച്ചവ പഴഹി കള്ളച്ചീരി പഴഹി മറക്കുമനം കൂടുതില്ലയ ഇഞ്ചിയുടെ
മറക്കും മനം കൂടുന്നില്ലയാ ഇഞ്ചിയുടെ പഴകി പഞ്ചച്ചവ പഴകി കള്ളച്ചീരി പഴകി മറക്കും മനം കൂടുന്നില്ലയാ അടിക്കിற കാത്ത കേള് അസൈற നാത്ത കേള് നടക്കിற നാത്ത കേള് നീതാനോ ഇഞ്ചിയുടെ പഴക മഞ്ചച്ചവ പഴക കള്ളച്ചീരി പഴക മറക്കും മനം കൂടുന്നില്ലയാ ഭാവനക്കുട്ടി എന്ത് ഷോ എന്തായിരുന്നു ഇവിടെ? ഒരു കൊച്ചു രേവതിക്കുട്ടിയായി മാറി. അതെ. രേവതി മാം അല്ലേ? താങ്ക് യു ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ കമന്റ്സിലേക്ക് കിടക്കാം. കിടക്കാം. ഓക്കെ, അപ്പൊ ശരത് സർ. മോളു എന്ത് സുഖം? സുഖം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് ഒരെണ്ണം പറയൂ. ഒരു വിശേഷം, ഒരു വിശേഷം. ഒറ്റ ഒരെണ്ണം പറയാവൂ. ഒറ്റൊരെണ്ണം പറയണോ? എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ആൻറ്റി വിളിച്ച് വിഷ് ചെയ്തു, നന്നായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു. ഗ്രാൻഡ്മ അമ്മയുടെ പേര് പത്മാകുമാരി എന്നാണ് പേര്. അപ്പോൾ എല്ലാവരോടും ഹായ് പറയാനൊക്കെ പറഞ്ഞിരുന്നു. സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ വക ഹായ്. ഉഗ്ര വിശേഷം. പ്രോഗ്രാം എന്നും കാണുന്നുണ്ട്. അമേരിക്കൻ ആൻറ്റി ആയതുകൊണ്ട് ഹായ് എന്ന് പറയാം. അല്ല, ചെന്നൈയിലാണ് അവരുടെ വീട്, മക്കളൊക്കെയാണ് അമേരിക്കയില്. എന്നാ പിന്നെ ഹായ് ഇങ്ക. അല്ല, മോളെ നന്നായിട്ട് പാടിയിട്ടാ. വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു ആര്? അമ്മായി. അതൊക്കെ വിട്ടുപോയി മോളെ കേട്ടാ. നമ്മൾ ആ എപ്പിസോഡ് മറന്നു. പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ ഞെട്ടി. ഇത് വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് ഒക്കെ തന്നു. ലിസ്റ്റോ? ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് നന്നായി പാടിയിട്ടുണ്ട് മോളെ. ഞങ്ങൾ വീട്ടിൽ വന്ന് അല്ല, അത് കേട്ടിട്ട് പോലില്ല. അവിടെ ശരത് സാർ കമന്റ് പറഞ്ഞു. അതെ, ഞാനേ മോനെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാനൊരു ഷോ കണ്ടക്ട് ചെയ്യാൻ വന്നു ചെന്നൈയിൽ നിന്ന് കഷ്ടപ്പെട്ട്. ഇതിനു വേണ്ടി ഈ അവർ പറഞ്ഞു ഈ സൂട്ടും കോട്ടും ഒക്കെ ഇടും. നമ്മുടെ ഈ വയറിന് അതൊന്നും സെറ്റ് ആവത്തുമില്ല. എങ്ങനെയോ ആരോ പണ്ട് ഉസലൈമണി എങ്ങാണ്ടിട്ട് ഒരു കോട്ട് കിട്ടി. അത് മേടിച്ചിട്ട് ഞാൻ വന്ന് എനിക്കാണെങ്കിൽ കഷ്ടമൊക്കെ ചൊറിഞ്ഞിട്ട് പോയാ ചേച്ചി. അത് അഴുക്ക് പിടിച്ചിട്ട് ആ നമ്മൾ 1 2 3 4 പറയുന്നതിന് മുമ്പേ കൈ ഇങ്ങനെ കാര്യം ചൊറിഞ്ഞിട്ട് വയ്യ. അപ്പോൾ ഈ സംഭവം നടക്കുകയാണ്. അപ്പോൾ ഒരു അമ്മയാണ് പാടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ റെഡിയാണല്ലോ, നമുക്ക് തുടങ്ങാമല്ലോ. തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ റെഡി. അപ്പോൾ ഒരു ആഡ്ലി പോർഷനാണ്, ഓർക്കസ്ട്ര തുടങ്ങും. അപ്പോൾ തുടങ്ങും. അപ്പം ഞാൻ സൈലൻസ്. നമ്മൾ കൈ കാണിച്ചില്ലല്ലേ അവർ വായിക്കും. പക്ഷെ നമ്മൾ ചുമ്മാ ഈ കോട്ടിട്ട് നിൽക്കുന്നുണ്ട് ദേവന്മാർ അത് നോക്കി നിൽക്കുക. അപ്പം ഞാൻ 1 2 3 4 ഇട്ടത് എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ആയിപ്പോ മോളിപ്പം പറഞ്ഞപ്പോൾ പെട്ടെന്ന് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് പാടിയിട്ടോ. വീട്ടിൽ വന്നിരുന്നു വോട്ട് ചെയ്യാനായിരിക്കും. ശരി, അത് കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ. മോളെ നന്നായിട്ട് പാടി. കാര്യം ഈ പാട്ടിന് കിട്ടേണ്ട ഒരു സുഖമുണ്ട്. ഒരു ഉഗ്രം കോമ്പസിഷനാണ് രാജാ സാർ. നമ്മൾ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ അറേഞ്ച്മെൻറ്റും മൊത്തത്തിൽ അപ്പം നന്നായിട്ട് പാടി. എന്താ പറയണ്ടത്, മൊത്തത്തിൽ ഒരു നല്ല രസമായിരുന്നു അത് പാട്ട് കേൾക്കാനും. അത് നയനസുന്ദരവുമായിരുന്നു. ആ പുറയിൽ ഡാൻസ് ചെയ്ത് എല്ലാവരും. എൻ്റെ അടുത്ത് സ്റ്റീഫൻ പെട്ടെന്നൊരു സംശയം ചോദിച്ചു. അയ്യോ ശരത്തേട്ടാ, ഞാൻ ചോദിക്കട്ടെ. എന്നാ പറയുന്നില്ല. അല്ല ഇത് അതിങ്ങനെ ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞാൻ സത്യ പറയുന്നത്. അല്ല എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞ മോൾ പാടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ശ്രീഫൻ ചോദിച്ചു, ശരത്തേട്ടാ കുറച്ച് ആൺകുട്ടികളും കൂടെ ആവായിരുന്നില്ലേ ഡാൻസിന്? ഇത്ര ആമ്പിളരെ കണ്ടിട്ടില്ല. അല്ല മനുഷ്യനല്ലേ പാവം, നമുക്ക് ക്ഷമിക്കാം. ഇതിന്റെ പുറകില് വേറെ ആരുമല്ല, വിജയനാണ്. അപ്പൊ മോളെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. അവർ ഡാൻസേഴ്സ് പ്രത്യേകം അതിന് കുറേയും കൂടെ അഴകുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ നടക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ വിജയ് ചേട്ടാ. ഭാവന, ഫസ്റ്റ് ഓഫ് ഓൾ
നമുക്ക് ആദ്യം നമ്മുടെ സജന ചേച്ചിക്കും ഡാൻസേഴ്സിനും ഒരു വലിയൊരു അപ്ലോസ് കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ട് അവരുടെ കോസ്റ്റ്യൂംസും അതേപോലെ തന്നെ അതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും മുകളിൽ നല്ല പോലെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയായിരുന്നു ഭാവനയുടെ പാട്ട്. നല്ല രസമായിരുന്നു. ആ പാട്ടിനനുസരിച്ചുള്ള ആ മോഡുലേഷൻ ആൻഡ് കമൽ സാറ് പാടിയ രീതിയും ജാനകിയമ്മ പാടിയ ആ ഒരു ഇതും ഒക്കെ നല്ല രസമായിരുന്നു. സോ വെരി ഗുഡ്, സൂപ്പർ. ഭാവന ഭാവന കലക്കിന്നല്ല കക്കലക്കി. ഈ പാട്ട് റിസ്ക്കാണ് പാടാൻ, കാരണം ഇതൊരു മിമിക്രി ആയി തീരാം. പക്ഷെ അത് ആ കറക്റ്റ് മിമിക്രിയുടെ സൈഡിലേക്ക് പോവാതെ അതിൻ്റെ ഒരു ആ എക്സ്പ്രഷൻസ് കറക്റ്റായിരുന്നു മോള് പാടിയതെല്ലാം. പിന്നെ ആ ഒരു ചരണത്തിലെ ചില ഡൈനാമിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഫസ്റ്റ് ഉൻകഴുത്തിൽ തോള എന്നെ സവം ചെയ്തോ അവിടേക്ക് എന്ത് രസമായിരുന്നു അറിയാമോ, ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഇത് പറഞ്ഞ പോലെ സജനയുടെ ഗ്രൂപ്പിനെ ഡാൻസേഴ്സിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര രസമായിരുന്നു. എല്ലാം കൂടെ ഒരു കണ്ണിനും കാതിനും വളരെ വളരെ സുഖമായിരുന്നു. സ്റ്റീഫൻ ചേട്ടാ, ഭാവന ഒരു തുവൽക്കൂട കൊടുത്തു, നന്നായി. ഒരു രാജാസാർ മാനിയ തോന്നുന്നു ഇവിടെ നടക്കുന്നത്. അതെ, അപ്പോൾ സന്തോഷം. അങ്ങനെയുള്ള നല്ല പാട്ടുകൾ കൊണ്ടുവന്നതിന്. നല്ല ഫീലായിരുന്നു പാടിയപ്പോൾ, ഒരു ഇൻറ്റൻസ് ഫീലിൽ പാടി ഭാവന. പിന്നെ അവസാനം പാട്ട് കഴിഞ്ഞിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് ഇങ്ങനെ അത് കുറച്ചും കൂടെ പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് പോകേണ്ടത്? ഇല്ല, വായിക്കുന്നു വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച ഒരു അഡ്വാൻസ് ഡാൻസ് കളിച്ചു. പക്ഷെ ചേട്ടന്മാര് നിർത്തി എന്നാ പറയണത്. പക്ഷെ പാട്ട് കഴിഞ്ഞാൽ പാട്ട് നിർത്തും കേട്ടോ. പക്ഷെ കളിച്ചോണ്ടിരുന്നോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കിട്ടും. ഭാവന കലക്കി കേട്ടോ. പിന്നെ എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. ശരത്തേട്ടൻ പറഞ്ഞ മാതിരി ഞാൻ അത്തരക്കാരനല്ല. ഓക്കെ, താങ്ക് യു ഭാവന ഫോർ ബ്രിങ്ങിങ് ദ സോങ്. എനിക്കൊരു കാര്യം പറയുന്നു. സ്റ്റീഫൻ ചേട്ടൻ ഞാനിപ്പോഴും തെറ്റുകാരനാണോ? അത് വെറുതെ പറഞ്ഞു, അത് കഴിഞ്ഞു, ആ എപ്പിസോഡ് കഴിഞ്ഞു. അത് ഒരു ഫാനുണ്ട്, സ്റ്റീഫൻ ചേട്ടന്റെ ഫാനാണ്. ആരാണ് കക്ഷി? പേര് ശ്രീറാം എന്നാണ് പേര്. ശ്രീരാമ. ഞങ്ങൾ വിളിക്കുന്ന ഉണ്ണിമോൻ എന്നാണ് വിളിക്കുന്നത്. ഉണ്ണിമോനെ എവിടെയുണ്ട്? ഉണ്ണിമോ എവിടെ ഉണ്ടോ? അവന് 2 വയസ്സുള്ളൂ. അപ്പൊ സ്റ്റീഫൻ ചേട്ടന്റെ ഫാൻ ആയാലും ഒരു സ്റ്റീഫൻ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അതാണ് അവന് വിവരം ഇല്ലാത്തോണ്ടാണ്. ഒരു 3-4 വയസ്സാവട്ടെ ഫാൻ ഇല്ലാണ്ടായിക്കോളൂ. ഞങ്ങൾ പ്രോഗ്രാം എന്നും കാണും. സ്റ്റീഫൻ ചേട്ടൻ സ്റ്റീഫൻ ചേട്ടൻ സ്റ്റീഫൻ ചേട്ടൻ സ്റ്റീഫൻ ചേട്ടൻ പറയോ? സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ 2 വയസ്സിലൊക്കെ കുട്ടികളൊക്കെ സംസാരിക്കും. നീ ഏത് വയസ്സിലാണ് സംസാരിക്കാൻ തുടങ്ങി? അല്ല, സ്റ്റീഫൻ ചേട്ടൻ എന്ന് പറയാൻ മാത്രം ആയോ വെച്ചാ. ഭാവന ചേച്ചിയുടെ ചേട്ടനാണ് സ്റ്റീഫൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഉണ്ണിമോനെ കൊണ്ടുവരും അങ്ങോട്ട്? കൊണ്ടുവരാൻ പറ്റില്ല, എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉണ്ണിമോനെ ഹായ്. അപ്പൊ സ്റ്റീഫൻ ചേട്ടന്റെ ഫാനായ ഉണ്ണിമോനെ മോൾ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, മോളുടെ പെർഫോമൻസ് കൂടി കാണണം നേരിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സുജാത ചേച്ചി, കക്കലക്കിയ മോൾക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് എത്രയാ ശരത്തിന്റെ പെർസെന്റേജ്? വിജയ് ചേട്ടാ, താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. നല്ല മാർക്കല്ലേ? ഓക്കെ, അപ്പൊ ഇതേപോലെ നല്ല പെർഫോമൻസുമായി വീണ്ടും വരണം. ഭാവയും കൊണ്ടുവരണം. അതെ, ഉണ്ണിമോനെയും കൊണ്ട്. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി, താങ്ക് യു ചേട്ടാ. ഓക്കെ, നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അമൽ റോയ്. അമൽ റോയ്, ഹലോ 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 ഓക്കെ, ഹലോ 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 കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. തീരുമാനമില്ലേ? ശരിയല്ലേ?
പാട്ട് പാടണോ? പാട്ട് പറഞ്ഞോ? ഏയ് ഹലോ പറഞ്ഞു കളിക്കാം. പറഞ്ഞില്ല, വന്നു ഹലോ പറഞ്ഞു പോയി, പിന്നെന്ത് പാട്ട് പറഞ്ഞോ? ഹലോ പറഞ്ഞല്ലേ, ആ ബാക്കി കാര്യങ്ങൾ ഹലോ പറഞ്ഞതല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ. ഇനി എന്താണ് എന്താ ചെയ്യണ്ടേ? റൗണ്ട്സ്. അപ്പൊ ഇത് ഞാൻ നമുക്ക് റൗണ്ടിൽ കിടക്കാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അപ്പൊ ഇത് റൗണ്ടാന്ന് പറഞ്ഞോളൂ. ക്ലാസിക് ഹിറ്റ്സ്. ക്ലാസിക് ഹിറ്റ്സ്. അത് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ടേ പറയുള്ളൂ. ഫുൾ സ്റ്റൈലാണ്. ഓക്കേ. ക്ലാസിക് ഹിറ്റ്സ് ഏത് പാറ്റാണ്? ഞാൻ കാക്കരോ സജിനി എന്ന് പറഞ്ഞ പാട്ട്. പണ്ടത്തെ ഹിന്ദി നമ്മളെ യേശുദാസ് അങ്ങൾ പാടിയത്. ഓ ഓക്കേ. അതാണ് ഒരു മൊത്തത്തിലൊരു ലുക്ക്, ക്ലാസിക് ലുക്ക് അല്ലേ? അപ്പോ ക്ലാസിക് ഹിറ്റ്സ് തുടങ്ങാൻ റെഡി അല്ലേ? പക്ഷെ എന്തായാലും അമലിന് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എയർ സംഭവം പ്രിപ്പറേഷൻ അതെ വേണ്ടേ? ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കേ, സൂപ്പർ സ്റ്റാർ ജൂനിയർ കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. ക്ലാസിക് ഹിറ്റ്സ് റൗണ്ടിൽ കാക്കരോ സജിനി എന്ന് പറഞ്ഞ പാട്ടുമായി വരുന്നു അമൽ റോയ്. काकरू सजनी आयन बालम, काकरू सजनी आयन बालम, खोज रही है पिया परदेसी अखियाँ, खोज रही है पिया परदेसी अखियाँ, आयन बालम, काकरू सजनी आयन बालम. जब भी कोई आहट होए मनवा मोरा भागे, देखो कहीं टूटे नहीं प्रेम के ही धागे, हे मतवारी प्रीत हमारी चुपे ना छुपाए, चुपे ना छुपाए, सावन हो तुम हो तोरी बदरिया, आयन बालम, काकरू सजनी आयन बालम.
അമൽ എന്താ രജത്, അമലിനെ പറ്റി നമുക്ക് എപ്പോഴും അറിയണ ഒരു കാര്യമാണ്, എല്ലാ പാട്ടിനും അതിൻ്റെതായ ഒരു ഫീൽ കൊണ്ട്. അതെ, ആ ഫീലും പിന്നെ നമ്മുടെ പുലികൾ എന്തായിരുന്നു ഒരു ഒരു ട്രീറ്റ് അത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ ചോദിച്ചറിയാം. ഇന്ന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കിട്ടും നമുക്കൊന്ന് അറിയണേ. ഓക്കെ, റെഡി. വിജയ് ചേട്ടാ, വിൽ സ്റ്റാർട്ട് വിത്ത് യു. അമൽ, ആരായി പാട്ട് സെലക്ട് ചെയ്ത? അത് അമ്മയും അച്ഛനും കൂടെ സെലക്ട് ചെയ്ത്. അമ്മ അച്ഛനൊരു വലിയ കൈയടി കൊടുക്കാം. ഒരു ഞാൻ കൊച്ചിലെ തൊട്ട് കേട്ട് വളർന്ന് കേട്ട് പാട്ടാണെന്ന് പറയാം. കേട്ട് വളർന്നതിനെക്കാട്ടിലും ബട്ട് ഈ പാട്ട് ബ്രിങ്സ് ബാക്ക് ലോഡ് ഓഫ് മെമ്മറീസ്. ഓരോരോ സ്റ്റേജിൽ അപ്പ വേറെ വേറെ വിധമായിട്ട് പാടുന്നതൊക്കെ കേട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ചെറുപ്പ ഒരു വയസ്സിൽ പിന്നെയും പിന്നെ എടുത്ത് ഇങ്ങനെ ഓരോരോ ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും മെച്ചുവറായിട്ട് ഈ പാട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്, ഈസി സോങ്ങേ അല്ല അത്. അത് ഇന്ന് അമൽ റോയ് വലിയ കളിയും കോമാളിത്തരം ഒന്നും ഇല്ലാണ്ട് ഭയങ്കര മെച്ചുവറായിട്ട് ഇന്ന് ഭയങ്കര അത്ഭുതമായിട്ട് അടിച്ചു പൊളിച്ച് പാടി. ഈ പാട്ടാണ് പാടുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ചൊരു ഒരു ടെൻഷൻ അല്ല, പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവൻ എത്രമാത്രം ഈ പാട്ട് പാടി പൊലിപ്പിക്കുന്നുള്ളത്. അതായത് അവന് ഫീൽ എന്നുള്ളൊരു സംഭവമുണ്ട്, പക്ഷേ ഈ പാട്ട് ഫീൽ കൊണ്ട് മാത്രമാവില്ല, ആ സംഗതികളൊക്കെ കറക്റ്റായിട്ടൊക്കെ വീണ. ആൻഡ് അത് എസ്പെഷ്യലി ഫിനിഷ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. സോ വെരി ഗുഡ്. അങ്ങനെ അമൽ റോയ് പതുക്കെ പതുക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കൊള്ളാം. ഓക്കെ, താങ്ക് യു. സുജാത ചേച്ചി. അമൽ ഉഗ്രനായിട്ട് പാടി. ഈ പാട്ട് ദാസേട്ടൻ്റെ ഹിന്ദി സോങ്സിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. ദാസേട്ടൻ ഒരു അധികം നമ്പർ ഓഫ് ഹിന്ദി സോങ്സ് പാടിയിട്ടില്ല, പക്ഷെ പാടിയേക്കണ എല്ലാ ഹിന്ദി പാട്ടും ഉഗ്രം പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഗസലാണ് ശരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എവിടെയാന്ന് പറഞ്ഞെ മോൻ, ആ സ്ഥലം പാടുമ്പോൾ ഒരു ഓൺ താളമല്ലാതെ ഒരു വലിച്ചു പാടും, എന്നിട്ട് ആയേന പാലം മൂന്ന് വന്ന് വീഴും. അയ്യോ, അത് ഭയങ്കര രസമായിരുന്നു. ശരിക്കും ആ ഗസൽ മൂടായിരുന്നു അവിടെ. ഭയങ്കര, നീ അറിയാതെ ചെയ്താന്നറിയാം, പക്ഷെ ഭയങ്കര രസമായിരുന്നു. താളം തെറ്റിച്ചു അല്ലേ ദാസേട്ടൻ? ഞാൻ സംസാരിക്കുമ്പോ പറയാം കേട്ടോ. ഒന്ന് പറയണം. ആ താളം തെറ്റിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് തെറ്റിച്ചിട്ട് വന്ന് ദാസാറിനോട് പറയാന്ന് പറഞ്ഞു. പറയട്ടെ. പിന്നെ ആ ഒരു സ്ഥലം മാത്രം മോനാത് എനിക്ക് പാടിത്തരാം. എന്താണ്? അത് ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ സാല ഇതും കൊള്ളാം. ഇത് അമലിന്റെ ചുപ്പേന. ഇഷ്ടായ? മറ്റേ സംഗതി ഇഷ്ടായിരുന്നില്ലേ? ഏത്? ഒറിജിനൽ ഇഷ്ടമാണല്ലോ അല്ലേ? അതിങ്ങനെ അപ്പൊ അറിയാം അത് വേറെ ആണെന്ന്. അയ്യടാ, അതെങ്ങനെയാണ്? അപ്പൊ അതെന്താ പാടിയ? അപ്പൊ അത് പാടിയ എന്താ നിനക്ക്? അതായിരുന്നു പാടിയത്. അതല്ല നീ ഇന്നും പാടിയത്. പക്ഷെ അത് ശ്രമിച്ചു, ഇങ്ങനെയായി. വേറൊരു വശം അല്ലേ ആ ഒരു ഇതിന്റെ വേറൊരു വശം. ഒറിജിനൽ അങ്ങനെയാണ്, പക്ഷെ നീ തീരുമാനിച്ചു ഇങ്ങനെ പാടാന്ന്. കൊള്ളാലോ നീ. അയ്യാട്ടാ, ഏതായാലും അസലായി പാടി അമൽ റോയ്. ഭയങ്കര ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. അമൽ, ഞാൻ ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഹരിഹരൻ സാർ സ്റ്റേജിൽ ഗസൽ കോൺസേർട്ടിന് ഈ പാട്ട് പാടാറുണ്ട്. അതിവിടെ കൊടുത്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. നീ ഒരു വെറൈറ്റി ആയിട്ട് നീ ഒരു ഗസലൊക്കെ കൊണ്ടുവരികയാണ്. പിന്നെയാണ് അറിഞ്ഞത് സിനിമയിൽ ഒറിജിനൽ ദാസേട്ടൻ പാടി തകർത്ത. ഇപ്പം നീ ഇങ്ങനെ പാടുമ്പോൾ ഞാനിങ്ങനെ ഊഹിക്കുക ദാസേട്ടൻ എങ്ങനെ പാടിയിട്ടുണ്ടാവും. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ എൻ്റെ ഒറിജിനൽ കേട്ടിട്ടില്ല, ഞാൻ ഈ വെർഷൻസേ കേട്ടിട്ടുള്ളൂ. ഗംഭീരമായിട്ടായിരുന്നു കേട്ടോ. ഇനി ഗസലിൻ്റെ ഒരു ഇതുണ്ട്, ആ ചരണവും അനുപല്ലവിയൊക്കെ എത്തുമ്പോൾ തബല ടാക്ക് വരില്ലേ, അപ്പം എന്താ വെച്ചാൽ അതിനെ ഫോളോ ചെയ്യണ്ട, പക്ഷെ അവിടെ ഒരു ത്രസ്റ്റ് അവർ കൊടുക്കുകയാണ് അതിന്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പോകണം, എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഡ്രോപ്പ് ചെയ്യണം. ഒരു ത്രസ്റ്റ് കൊടുത്താൽ മതി. സ്പീഡായിട്ട് പാടാനല്ല പറയുന്നത്, ത്രസ്റ്റ് വെൻ ദേ സിംഗ് ദേർ കേട്ടോ. അത് നമ്മുടെ പുലികൾ ത്രസ്റ്റ് വളരെ ഭംഗിയായിട്ട് വായിച്ചു.
ഇപ്പൊ എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. ഇറ്റ് വാസ് എ നൈസ് ട്രീറ്റ് ആക്ച്വലി. ഇതിന് മ്യൂസിക് ഡയറക്ടർ ആരാണ്? മ്യൂസിക്കോ? മ്യൂസിക് രാജേഷ് റോഷൻ. അതാരാണ്? പാട്ട് എന്തോന്ന്? രാജേഷ് റോഷൻ ആരാന്നറിയാം? നിങ്ങൾ പിള്ളേർക്കൊക്കെ കുറച്ചുകൂടി പരിചയമുള്ള ഒരാളുടെ പേര് പറയാം. ഹൃത്തിക് റോഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഹൃത്തിക് റോഷന്റെ ആരാ? അനിയൻ. അതായത് 77 ഇത് സംതിങ് അതായത് 77 മ്യൂസിക് ചെയ്തത് ഹൃത്തിക് റോഷന്റെ അനിയൻ. കറക്റ്റ് ആണ് നീ പറഞ്ഞത്. നീ കൊള്ളാം. 95 വയസ്സാണ്. ഹൃത്തിക് റോഷന്റെ അങ്കിൾ, അച്ഛന്റെ ബ്രദർ. അതായത് കഹോന പ്യാർ ഹൈയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ് രാജേഷ് റോഷൻ. അന്നും പുള്ളി മ്യൂസിക് ചെയ്തിരുന്നു. മനസ്സിലായ? അപ്പൊ എന്തായാലും നന്നായി പാടിയിട്ട് അമൽ ഇനി ഇങ്ങനെയുള്ള നല്ല ഇമോഷണൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ കൊണ്ടുപോവാ, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, അമൽ മനോഹരമായിട്ട് പാടി. കാര്യം ഈ ഒരു എന്താ പറയണ്ടേ, ഒരു പാട്ട്, ഒരു കോമ്പസിഷൻ നിനക്കത് എന്താ പറയണ്ടേ ഫുള്ള് മനസ്സിലാക്കാനുള്ള പ്രായമായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഈ പ്രായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് മാക്സിമം വളരെ നന്നായിട്ട് തന്നെ പാടുന്നു. ചില സംഭവങ്ങൾ ഇപ്പോൾ ഒരു പാടിയത് തന്നെ അത് മോനത് മനസ്സിലാക്കണം. അത് എന്തിനായിരുന്നു ആ സംഗതി? സംഗതിക്ക് വേണ്ടി ആയിപ്പോൾ ഒരുതരം സംഗതി, അത് വെറും പന്ന സംഗതിയാവും കേട്ടോ. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മോന് മനസ്സിലാവണം കേട്ടോ. അത് മനസ്സിലാവുമ്പോഴത്തേക്ക് ശരിയാവും. എന്താ എന്നുള്ള റിട്ടാർഡ് ചെയ്തിട്ട് സ്പീഡാകുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. അതുകൊണ്ട് അതിന് നിനക്കുള്ള പ്രായമായില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്രയായി വയസ്സ്? 14. എടാ മാൻ. ഓ മോൻ, അത് കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം സംഗീതമായിട്ട് നമ്മൾ എന്താ പറയണ്ടേ പഴകുന്നു അതനുസരിച്ച് നമുക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും സംഗീതം വിട്ടുകളയരുത്, പാടിക്കണം, എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, വിട്ടുകളയരുത്. പിന്നെ നമ്മുടെ ഒരു പറഞ്ഞ പോലെ പുലികൾ, ഇവിടുത്തെ പുലികൾ നന്നായിരുന്നു. അത് പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും സഹിക്കാൻ വയ്യ, ഉഗ്രായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, യേശുദാസ് എന്ന് പറയുന്ന ഒരു എന്താ പറയപ്പോൾ ആ ഒരു സംഭവം നമ്മളൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് സന്തോഷം കൂടുമ്പോൾ നമ്മൾ ചീത്ത കളിക്കും. ഡെയിലി ചീത്ത കളിക്കുന്ന ഒരാളാണ് ദാസേട്ടൻ, സ്നേഹം കൊണ്ടിട്ട്. ഞാനത് വിജയെടുത്ത് പറഞ്ഞത്. കാര്യം എനിക്ക് ഞാൻ ചെയ്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ ചെയ്ത ഒരു 80% പാട്ടുകളും ദാസേട്ടനാണ് പാടിയേക്കുന്നത്. അപ്പം അത് കുറേ സന്തോഷം. അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അത് നടക്കും അതൊക്കെ. എങ്കിലും ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളിനെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് വിജയിക്കുമ്പോൾ അത് പറയണം. ചെറുപ്പം മുതലുള്ളത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. ഇപ്പോഴിനി ദാസേട്ടൻ എന്താണ് നേടാനുള്ളത് ഒന്നുമില്ല, പക്ഷേ എങ്കിലും ഇപ്പോഴും പ്രാക്ടീസ്, വളരെ കൃത്യതയോടെയുള്ള പ്രാക്ടീസുകളും. ഒരു പാട്ടുകാരൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യത്തുള്ളൂ. അതൊക്കെ കണ്ടു പഠിച്ചാൽ മതി ഇപ്പോൾ ഉള്ള ജനറേഷനിലെ കുട്ടികൾ. ഞാൻ അതേ പറയത്തുള്ളൂ. ശബ്ദത്തിന് എന്ത് ദോഷം വരുന്നോ ഒന്നും ചെയ്യത്തില്ല ദാസേട്ടൻ. എനിക്കൊന്ന് പ്രഭചേച്ചി കുക്ക് ചെയ്ത് കൊടുത്താലേ കഴിക്കുമെന്ന് വരെ തോന്നുന്നു. വെള്ളം വരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. അത്രയ്ക്ക് ശബ്ദം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളൊക്കെ റോൾ മോഡലാക്കാൻ പറ്റിയ ഒരാളാണ് ദാസേട്ടൻ. പിന്നെ ദൈവം കനിഞ്ഞങ്ങ് പാടി എന്താ പറയണ്ടേ, പാടി കൊല്ലും ആളുകളെ എന്ന് പറഞ്ഞു വിട്ടേക്കുന്ന ആളാണ്. എത്രയൊക്കെ പാട്ട്, ഏതൊക്കെ രീതിയിൽ. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഈ ഒരു ഹിന്ദി കളക്ഷനുള്ള നമ്മളത് കേൾക്കുമ്പോൾ എത്ര പാട്ടാണ്. ചാന്ത് അക്കേല, അത് ദാസേട്ടൻ പാടിയാലേ കൊള്ളാവും. ഇനി വേറെ ആര് പാടിയിട്ടും കാര്യമില്ല. അങ്ങനെ കുറേ പാട്ടുണ്ട്. ജബ്ദീപ് ജലയാന ഒരു ലൈവ് കോൺസെർട്ട് ദൂരദർശനിൽ പാടിയതുണ്ട്. ഇന്ന് കേട്ട് നോക്ക്, ചുമ്മാതെ മൃദംഗവും വയലിനും വെച്ചിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഒരു ക്രിസ്തുദേവൻ്റെ ലക്ഷണമാണ് ദാസേട്ടന് കാണാൻ. പക്ഷേ അദ്ദേഹമാണ് പാടുന്നതെന്ന് തോന്നത്തില്ല. വളരെ ഈസി ആയിട്ട് എല്ലാ സംഗതിയും വളരെ അതിൻ്റെ പരമാവധി സുഖത്തോടെ ഒറിജിനലിനേക്കാളും ഭംഗിയായിട്ട്. കാരണം അതിന് നമ്മളൊരാളേ ഉള്ളൂ, ശ്രീ യേശുദാസ്. ദാസേട്ടൻ എൻ്റെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അമൽ ഇനി എന്താണ് അറിയണ്ടേ? മാർക്ക്. ഓക്കെ, മാർക്സിലേക്ക് കിടക്കാം. അപ്പോൾ യെസ് വിജയ് ചേട്ടാ. ശരത്തേട്ടൻ്റെ അരമാർക്ക് കൂടെ. ഓക്കെ, താങ്ക് യു. സുജാത ചേച്ചി. യെസ്, ആ സംഗതിയും കൂടെ ശരിയായിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാണ്. കഷ്ടമായിപ്പോയി.
താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. ഹാപ്പി അല്ലേ? നല്ല മാർക്സ് അല്ലേ? ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. എല്ലാവരും കീപ് സപ്പോർട്ടിങ് അമൽ റോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കേ അഞ്ജലി, യെസ് രാജ, നമ്മുടെ ഫൈനൽ സെഗ്മെന്റ്. ടോപ്പ് സ്കോറർ ആരാണ്? ടോപ്പ് സ്കോറർ ആരാന്ന് നോക്കാം. ശിവാനി with 27.5 marks. ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. Anjali, yes Raja, so we have come to the end of our episode. And our episode nu matram parayan pattilla because Sharath sir koode ulla oru episode aanu. It was really ഒരുപാട് learning experience aanu. Of course, yes. appo Sharath sir namukkariyam oru wonderful composer aanennallathu, പക്ഷേ മാത്രമല്ല നല്ലൊരു സിംഗർ ആണെന്ന്. അതെ, അപ്പോൾ അതുകൊണ്ട് ശരത് സർ രണ്ട് വരി നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ എപ്പിസോഡ് വേണ്ടേ? നമുക്ക് വേണ്ടേ? കുട്ടികൾക്ക് യെസ്. ഓക്കേ, നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പാടി എനിക്ക് വേണ്ടി പാടിയ പാട്ടിൻ്റെ ഒരു 2.25 വരിയോ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സൂപ്പർ, പിന്നെ ഈ കള്ളന്മാർക്കും ഈ കള്ളിക്കും വേണ്ടി. സൂപ്പർ സൂപ്പർ. പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം. പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം. പ്രേമാശ്രുവാ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം പ്രദഭരിതതത്വം മമ ഹൃദയം ഭക്തി സ്വരരുളിതം. പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം. ഒരു വലിയ ചക്ക കൊണ്ടിട്ട് മേത്തിടണം, പാടില്ല എന്ന് പറഞ്ഞ ഈ എന്താ പറയാ, പനി ആണ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു പാട്ട് പാടാം എന്നുള്ള ഇതാണ് സിമ്പിൾ പാട്ട്. ഇപ്പൊ മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി, തൃപ്തിയായി. താങ്ക് യു സോ മച്ച് സർ, വി ആർ ട്രൂലി ബ്ലെസ്ഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ശരത് സാറുമായി നല്ലൊരു എപ്പിസോഡുമായി വി ആർ കമ്മിങ് ബാക്ക് ടു യു. സോ ടിൽ ദെൻ കീപ് വാച്ചിങ് Superstar Junior. Are you ready to welcome the one and only KS Chitra? എപ്പോഴും കുട്ടികളോടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്ര ഈ സംഗീതവേദിയെ ധന്യമാക്കാനെത്തുന്നു. സുജാത സാരീസ്, ഡിസൈൻ ബൈ സ്റ്റൈൽ സാരീസ്, സ്പെൻസർ ജംഗ്ഷൻ, പാളയം, ട്രിവാൻഡ്രം. ഭാവനക്കുട്ടി, പാവടയൊക്കെ തട്ടി വീഴാവോ? ഇല്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് നോക്കണ്ടേ ഏതൊക്കെ റൗണ്ട്സാ ബാക്കിയുള്ളത് നോക്കണ്ടേ? ഈ ക്വാർട്ടർ ഫൈനൽ ആയിട്ട് പേടി വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് പേടിയുണ്ട്. എന്തിന്? ആ പേടിയൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഭാവനയ്ക്ക് ഒന്നുമല്ല, നമുക്ക് പറയാം. ഏത് റൗണ്ടാ? സ്കൂൾ ചോയ്സ് റൗണ്ട്. സ്കൂൾ ചോയ്സ് റൗണ്ട്. ഏത് സ്കൂളിലാണ് മോള് പഠിക്കണേ? കടയിരുപ്പിലെ സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം അല്ലേ? സ്കൂളൊക്കെ ഭാവന പഠിക്കുന്ന സ്കൂളൊക്കെ നമുക്കൊന്ന് കാണാം. യെസ്, ഭാവന എത്രത്തോളം കുറുമ്പത്തെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നോക്കാം. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സ്കൂൾ ചോയ്സ് റൗണ്ട്.
St. Peter's Senior Secondary School. Stand-up is India is my country. All Indians are my brothers and sisters. ഇതാണ് എൻ്റെ ക്ലാസ്. ഇവിടെ എൻ്റെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ഫെമിന മാം. മാം മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. വളരെ സ്വീറ്റ് ആൻഡ് ഡൗൺ ടു എർത്ത് ആയിട്ടൊരു കുട്ടിയാണ് നമ്മുടെ ഭാവന. ഒരു സെലിബ്രിറ്റി ആയതിൻ്റെ യാതൊരുവിധ ജാടയും ഇന്നേ വരെ ഞാൻ ഈ കുട്ടിയിൽ കണ്ടിട്ടില്ല. ഇവരെല്ലാവരുമാണ് എൻ്റെ ഫ്രണ്ട്സ്. ഭാവന ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഭാവന ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറയും. പ്രത്യേകിച്ച് സുജാത മാമിനെ കുറിച്ചും വിജയ് സാറിനെ കുറിച്ചും സ്റ്റീഫൻ സാറിനെ കുറിച്ചൊക്കെ എപ്പോഴും വന്ന് പറയും. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ റൂം. മാം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. സ്കൂൾ ചോയ്സിൽ ഞങ്ങളുടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി സെലക്ട് ചെയ്തൊരു പാട്ട് ഉണ്ട്. അത് ഷി വിൽ സിങ് ഇൻ സ്കൂൾ ചോയ്സ് ആൻഡ് വി നോ ഷി വിൽ ഡു വെരി വെരി വെൽ. ഓൾ ആർ ബെസ്റ്റ് വിഷസ് ആർ വിത്ത് ഹർ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിലെ മ്യൂസിക് ബാൻഡ്. ഇപ്പോൾ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോമി സാർ, മ്യൂസിക് പഠിപ്പിക്കുന്ന സാറാണ്. സ്കൂൾ ചോയ്സ് റൗണ്ടിൽ പാടുന്ന ഗാനം ഞങ്ങൾ അധ്യാപകരെല്ലാവരും കൂടി സെലക്ട് ചെയ്ത ആ ഗാനം ഇപ്പോൾ സ്കൂൾ ബാൻഡ് ഇവിടെ ഒന്ന് ആലപിക്കുന്നതാണ്. We hope you will all support her. Thank you. വെരി നൈസ് സോങ് സെലക്ഷൻ ആണല്ലോ അല്ലേ? ഓക്കെ പഠിച്ചു പാടില്ലേ? അപ്പോൾ ഇഞ്ചിയുടെ പഴവുമായി ഭാവന, ഓൾ ദി ബെസ്റ്റ്. ഇഞ്ചിയുടെ പഴക മഞ്ചീവ പഴക ഇഞ്ചിയുടെ പഴഹി മഞ്ചച്ചവ പഴഹി കള്ളച്ചീരി പഴഹി മറക്കും മനം കൂടുതില്ലയാ ഇഞ്ചിയുടെ പഴക മഞ്ചച്ചവ പഴക കള്ളച്ചീരി പഴക മറക്കും മനം കൂടുതില്ലയാ മറക്കും മാമായെന്നോ മയക്കതേ പഞ്ചവർണ്ണോ മടിയിലെ ഊഞ്ചൽ പോടുമാനേവാ ഇഞ്ചിയുടെ പഴക മഞ്ചച്ചവ പഴക കള്ളച്ചീരി പഴക മറക്കും മനം കൂടുതില്ലയാ
ഷോ എന്തായിരുന്നു ഇവിടെ? ഒരു കൊച്ചു രേവതിക്കുട്ടിയായി മാറി. അതെ. രേവതി മാം അല്ലേ? താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കമന്റ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ശരത് സർ. മോളു എന്ത്? സുഖം. സുഖം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് ഒരെണ്ണം പറയൂ. ഒരു വിശേഷം ഒറ്റ ഒരെണ്ണം പറയാവൂ. ഒറ്റ ഒരെണ്ണം പറയണോ? എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ആൻറ്റി വിളിച്ച് വിഷ് ചെയ്തു, നന്നായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു. ഗ്രാൻഡ്മ അമ്മയുടെ പേര് പത്മാകുമാരി എന്നാണ് പേര്. അപ്പോൾ എല്ലാവരോടും ഹായ് പറയാനൊക്കെ പറഞ്ഞിരുന്നു. സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ വക ഹായ്. ഉഗ്ര വിശേഷം. പ്രോഗ്രാം എന്നും കാണുന്നുണ്ട്. അമേരിക്കൻ ആന്റി ആയതുകൊണ്ട് ഹായ് എന്ന് പറയാം. അല്ല, ചെന്നൈയിലാണ് അവരുടെ വീട്, മക്കളൊക്കെയാണ് അമേരിക്കയില്. എന്നാ പിന്നെ ഹായ്. काकरू सजनी आए न बालम, काकरू सजनी आए न बालम, खोज रही है पिया परदेसी अकिया, खोज रही है पिया परदेसी अकिया, आए न बालम, काकरू सजनी आए न बालम. जब भी कोई आहट होए मनवा मोरा भागे, देखो कहीं टूटे नहीं प्रेम के ही धागे, हेमतवारी प्रीत हमारी चुपे ना छुपाए, चुपे ना छुपाए, सावन हो तुम महू तोरी
അമൽ എന്താ രജത്, അമലിനെ പറ്റി നമുക്ക് എപ്പോഴും അറിയണ ഒരു കാര്യമാണ്, എല്ലാ പാട്ടിനും അതിൻ്റെതായ ഒരു ഫീൽ കൊണ്ട്. അതെ, ആ ഫീലും പിന്നെ നമ്മുടെ പുലികൾ എന്തായിരുന്നു ഒരു ഒരു ട്രീറ്റ് അത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ ചോദിച്ചറിയാം. ഇന്ന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കിട്ടും നമുക്കൊന്ന് അറിയണേ. ഓക്കെ, റെഡി? വിജയ് ചേട്ടാ, വിൽ സ്റ്റാർട്ട് വിത്ത് യു. അമൽ, ആരെ ഈ പാട്ട് സെലക്ട് ചെയ്ത? അത് അമ്മയും അച്ഛനും കൂടെ സെലക്ട് ചെയ്ത്. അമ്മ അച്ഛനൊരു വലിയ കൈയടി കൊടുക്കാം. ഒരു ഞാൻ കൊച്ചിലെ തൊട്ട് കേട്ട് വളർന്ന് കേട്ട് പാട്ടാണെന്ന് പറയാം. കേട്ട് വളർന്നതിനെക്കാട്ടിലും ബട്ട് ഈ പാട്ട് ബ്രിങ്സ് ബാക്ക് ലോഡ് ഓഫ് മെമ്മറീസ്. ഓരോരോ സ്റ്റേജിൽ അപ്പ വേറെ വേറെ വിധമായിട്ട് പാടുന്നതൊക്കെ കേട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ചെറുപ്പ ഒരു വയസ്സിൽ പിന്നെയും പിന്നെ എടുത്ത് ഇങ്ങനെ ഓരോരോ ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും മെച്ചുവറായിട്ട് ഈ പാട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്, ഈസി സോങ്ങേ അല്ല അത്. അത് ഇന്ന് അമൽ റോയ് വലിയ കളിയും കോമാളിത്തരം ഒന്നും ഇല്ലാണ്ട് ഭയങ്കര മെച്ചുവറായിട്ട് ഇന്ന് ഭയങ്കര അത്ഭുതമായിട്ട് അടിച്ചു പൊളിച്ച് പാടി. ഈ പാട്ടാണ് പാടണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ചൊരു ഒരു ടെൻഷൻ അല്ല, പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവൻ എത്രമാത്രം ഈ പാട്ട് പാടി പൊലിപ്പിക്കുന്നുള്ളത്. അതായത് അവന് ഫീൽ എന്നുള്ളൊരു സംഭവമുണ്ട്, പക്ഷേ ഈ പാട്ട് ഫീൽ കൊണ്ട് മാത്രമാവില്ല, ആ സംഗതികളൊക്കെ കറക്റ്റായിട്ടൊക്കെ വീണാൻ അത് എസ്പെഷ്യലി ഫിനിഷ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. സോ വെരി ഗുഡ്. അങ്ങനെ അമൽ റോയ് പതുക്കെ പതുക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കൊള്ളാം. ഓക്കെ, താങ്ക് യു. സുജാത ചേച്ചി. അമൽ ഉഗ്രനായിട്ട് പാടി. ഈ പാട്ട് ദാസറിൻ്റെ ഹിന്ദി സോങ്സിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. ദാസറിന് ഒരു അധികം നമ്പർ ഓഫ് ഹിന്ദി സോങ്സ് പാടിയിട്ടില്ല, പക്ഷെ പാടിയിരിക്കുന്ന എല്ലാ ഹിന്ദി പാട്ടും ഉഗ്രം പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഗസലാണ് ശരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എവിടെയാന്ന് പറഞ്ഞെ മോൻ, ആ സ്ഥലം പാടുമ്പോൾ ഒരു ഓൺ താളമല്ലാതെ ഒരു വലിച്ചു പാടും, എന്നിട്ട് ആയേന ബാലം എന്ന് വന്ന് വീഴും. അയ്യോ, അത് ഭയങ്കര രസമായിരുന്നു. ശരിക്കും ആ ഗസൽ മൂടായിരുന്നു അവിടെ. ഭയങ്കര, നീ അറിയാതെ ചെയ്താന്നറിയാം, പക്ഷെ ഭയങ്കര രസമായിരുന്നു. താളം തെറ്റിച്ചു അല്ലേ ദാസേട്ടൻ? ഞാൻ സംസാരിക്കുമ്പോ പറയാം കേട്ടോ. ഒന്ന് പറയണം. ആ താളം തെറ്റിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് തെറ്റിച്ചിട്ട് വന്ന് ദാസാറിനോട് പറയാന്ന് പറഞ്ഞു. പറയട്ടെ. പിന്നെ ആ ഒരു സ്ഥലം മാത്രം മോനാത് എനിക്ക് പാടിത്തരാം. എന്താണ്? അത് ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ സാല ഇതും കൊള്ളാം. ഇത് അമലിന്റെ ചുപ്പേന. ഇഷ്ടായ? മറ്റേ സംഗതി ഇഷ്ടായിരുന്നില്ലേ? ഏത്? ഒറിജിനൽ ഇഷ്ടമാണല്ലോ അല്ലേ? അതിങ്ങനെ അറിയാം അത് വേറെയാണെന്ന്. അയ്യടാ, അതെങ്ങനെയാണ്? അപ്പൊ അതെന്താ പാടിയ? അപ്പൊ അത് പാടിയ എന്താ നിനക്ക്? അതായിരുന്നു പാടിയത്. അതല്ല നീ ഇന്നും പാടിയത്. പക്ഷെ അത് ശ്രമിച്ചു, ഇങ്ങനെയായി. വേറൊരു വശം അല്ലേ, ആ ഒരു ഇതിന്റെ വേറൊരു വശം. ഒറിജിനൽ അങ്ങനെയാണ്, പക്ഷെ നീ തീരുമാനിച്ചു ഇങ്ങനെ പാടാന്ന്. കൊള്ളാലോ നീ. അയ്യാട്ടാ, ഏതായാലും അസലായി പാടി അമൽ റോയ്. ഭയങ്കര ഭയങ്കര ഇഷ്ടമായി. സ്റ്റീഫൻ ചേട്ടാ. അമൽ, ഞാൻ ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഹരിഹരൻ സാർ സ്റ്റേജിൽ ഗസൽ കോൺസേർട്ടിന് ഈ പാട്ട് പാടാറുണ്ട്. അതിവിടെ കൊടുത്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. നീ ഒരു വെറൈറ്റി ആയിട്ട് നീ ഒരു ഗസലൊക്കെ കൊണ്ടുവരികയാണ്. പിന്നെയാണ് അറിഞ്ഞത് സിനിമയിൽ ഒറിജിനൽ ദാസേട്ടൻ പാടി തകർത്ത. ഇപ്പം നീ ഇങ്ങനെ പാടുമ്പോൾ ഞാനിങ്ങനെ ഊഹിക്കുക ദാസേട്ടൻ എങ്ങനെ പാടിയിട്ടുണ്ടാവും. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ എൻ്റെ ഒറിജിനൽ കേട്ടിട്ടില്ല, ഞാൻ ഈ വെർഷൻസേ കേട്ടിട്ടുള്ളൂ. ഗംഭീരമായിട്ടായിരുന്നു കേട്ടോ. ഇനി ഗസലിൻ്റെ ഒരു ഇതുണ്ട്, ആ ചരണവും അനുപല്ലവിക്ക് എത്തുമ്പോൾ തബല ടാക്ക് വരില്ലേ, അപ്പം എന്താ വെച്ചാൽ അതിനെ ഫോളോ ചെയ്യണ്ട, പക്ഷെ അവിടെ ഒരു ത്രസ്റ്റ് അവർ കൊടുക്കുകയാണ് അതിന്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പോകണം, എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഡ്രോപ്പ് ചെയ്യണം. ഒരു ത്രസ്റ്റ് കൊടുത്താൽ മതി. സ്പീഡായിട്ട് പാടാനല്ല പറയുന്നത്. there is a thrust when they sing there. Hello everyone. Welcome to
Superstar Junior. Powered by Niraparaku, presented by Nandram Sanitaries. Superstar ആദ്യം നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ, and yes, we have our star orchestra പുലികൾ. അഞ്ജലി, രജത്. അപ്പൊ അവിടെ ഒരു ചെയറും കൂടി ഉണ്ട്. അതെ, അപ്പൊ അതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. We have a very 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 special celebrity guest with us. അത് നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച the musical genius. Let's welcome ശരത് sir. അതെ, അങ്ങനെയൊന്നും വരൂല. അതൊക്കെ ഞങ്ങൾ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത താമസിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ വിളിച്ചാൽ ഓ, അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ശരി, ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, ശരി. നമുക്ക് എന്തായാലും സാർ ഇവിടെ എത്തിയാൽ മതി. സോ ഫൈൻ. ഓക്കെ, ശരത്തേട്ടാ, ഈ എന്തൊക്കെയായിരുന്നു മ്യൂസീഷ്യൻസിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊന്നും അല്ല. പുള്ളിക്ക് എപ്പോഴും കുറച്ച് സ്പെഷ്യലായിട്ട് ഒരു ഗായകനും കൂടിയൊക്കെ വിളിച്ചാൽ പുള്ളിക്ക് ഒരു സന്തോഷമുണ്ടോ. Let's welcome the one and only ശരതേട്ടൻ. പിന്നെയും പണി അല്ല, കേട്ട് കാണത്തില്ല. ഞാൻ ഒരാഴ്ചയോടെ പറയാം, എന്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നുണ്ട്. ഒരാഴ്ചയോടെ ട്രൈ ചെയ്യാം. Ready? Let's welcome the one and only ശരതേട്ടൻ. ഇനിയിപ്പോ ഞാൻ കൂടുതൽ സ്ത്രീജനാണ്. അതെ, നമ്മുടെ കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും കൊച്ചു പിള്ളേരല്ലേ. ശരത്തിന്റെ അനിയന്മാര് വിളിച്ച ശരത്ത് വരൂല, ശരത്തിന്റെ ചേച്ചി വിളിക്കണം. ചേച്ചിടാ ശരത്തു, ശരത്തേ, വെൽക്കം. ചേച്ചിയുടെ ചേച്ചിയും പഞ്ചില്ല തോന്നുന്നു. എന്തായി ചേച്ചി? ചേച്ചി അനിയന്മാർ ഇനിയിപ്പോ അനിയത്തി ശരത്തു അല്ലേ? അങ്ങനെ വിളിച്ചോണ്ടായിരിക്കും ചിലപ്പോ വരാം. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ അങ്ങനെ നിങ്ങളൊക്കെ വിളിച്ചാ വരുമോ? അതെ, നിങ്ങൾക്ക് ഒരു പരിചയമില്ലല്ലോ. ശരിയാ ശരി. ഇല്ലട്ടോ, ഇല്ലടാ, നമ്മള് വിളിച്ചിട്ട് വന്നിട്ടില്ല. നമുക്കൊരു ചാൻസ് കൊടുക്കാം. എന്തായാലും നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. കാരണം നമ്മളൊക്കെ വിളിച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ആഗ്രഹമല്ലേ. വിളിക്കട്ടെ, വിളിച്ചോളൂ. അല്ല, ഒരു പണിയാം. അതിനു മുമ്പ് നമ്മുടെ പുലികളെ കൊണ്ട് വിളിപ്പിച്ചാലോ? ഇവരെ വിളിക്കട്ടെ. റെഡി, 1 2 3 4. രക്ഷയില്ല. ശരി, ഞാൻ കൂടുതൽ വരാ. ഇത് കഴിഞ്ഞ നമുക്ക് ക്യാമറമാൻമാര് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പോവാൻ സ്റ്റേജിൽ. വേണ്ട, നമുക്കൊരു കാര്യം പിള്ളേരെ വലിച്ചെടുക്കുന്ന ചക്ക പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കാനേ. പിള്ളേർ റെഡിയാണോ? 1 2 3 go. That's a hearty welcome to Superstar Junior. Superstar Junior. ഇപ്പോഴാണ് മനസ്സിലായത് ജൂനിയർ കുട്ടികൾ വിളിക്കുമ്പോഴാണ് സാർ വരുന്നത്. അത് കാര്യം നമ്മുടെ പ്രായം കൊണ്ടൊക്കെ സമമായിട്ട് നിൽക്കുന്നവർ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ വരാറുള്ളൂ. അത് മാത്രമല്ല, സ്റ്റീഫൻ വിളിച്ചപ്പോൾ വരാത്തത്, സ്റ്റീഫൻ ഇപ്പം ബോംബെയിലാണ്. എനിക്കാണെങ്കിൽ അധോലോകം പേടിയാണ്. പിന്നെ വിജയ് വിളിച്ചു. വിജയ് ഞാൻ വിളിച്ചാൽ വിജയ് പാടാൻ വരത്തില്ല. പിന്നെ വിജയ് വിളിക്കുമ്പോൾ ഞാൻ വരുന്നതിന് ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ മോഹനേട്ടനാണ്. മോഹനേട്ടൻ വിളിച്ചെങ്കിൽ ഞാൻ വന്നേനെ. അല്ല, അപ്പൊ ശരതേട്ടാ, ഈ പുലികൾ വിളിച്ചിട്ടാ വരാഞ്ഞേ? വൃത്തികെട്ട പുലികള്. അവരെയൊക്കെ കണ്ടതിൽ കുറെ സന്തോഷം. കേട്ടോ, പുലികളാണെങ്കിലും ഇവരൊക്കെ എന്താ പറയണ്ടേ, കുറേ നാളുകൾ കൊണ്ട് നമ്മൾ കണ്ടും കേട്ടും സഹിച്ചും ഇരിക്കുന്ന കുറേ ഇവരെ കണ്ടതിലും കുറേ സന്തോഷം. പിന്നെ ഈ ഒരു സെറ്റിൽ വരാൻ കഴിഞ്ഞതിലും എനിക്ക് കുറേ സന്തോഷം. പിന്നെ സ്റ്റീഫൻ, വിജയ്, ചേച്ചി പറയണ്ട, നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ,
മോനേട്ടനാണ് എൻ്റെ കമ്പനി. അപ്പോൾ വരാൻ കഴിഞ്ഞാൽ കുറേ സന്തോഷം. Thank you so much for coming to the show, sir. And please join the judging panel. Please join the judging panel, sir. Thank you so much. അഞ്ജലി, അപ്പോ ശരത് സാറിന്റെ എന്താ പറയാ, ഇതിൽ മാനറിസംസിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി, നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരിക്കും നമുക്ക് ഇനി. Of course. അപ്പോൾ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്താലോ? Yes, so let's welcome our first contestant, ശിവാനി. ശിവാനി. അത് ഭയങ്കര എന്താ പറയാ, ഇത് ഞാനൊക്കെ എത്ര കണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അതാണ് സംഭവം അല്ലേ? പാവല്ലേ, ആര് ജീവിച്ചു പോയിക്കോട്ടെ, അതാണോ ഇത്? ഓക്കെ, ശരത് സാറും ബാക്കി എല്ലാവരും ഇരിക്കുന്ന കാരണം പിന്നെ ഇനി കൂടുതൽ നമ്മൾ പറഞ്ഞു ഇതാക്കണ്ട. ഇല്ല, അവർക്ക് കണ്ടറിഞ്ഞോളൂ, അവര് അറിഞ്ഞോളും. സോ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. ഏത് റൗണ്ടാ മോൾ എടുത്തിരിക്കുന്നത്? ഞാൻ ഫാമിലി റൗണ്ട്. ഫാമിലി റൗണ്ട്. ഓഹോ, അതായത് ഫാമിലി വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നു. അപ്പൊ ഫാമിലി റൗണ്ടിൽ ഏത് പാട്ടാണ് മോൾ പാടുന്നത്? ഞാൻ കൊഞ്ചിക്കരയല്ലേ. ഫാമിലി എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നിപ്പോ ഞാനും എൻ്റെ അച്ഛനാണ് പാടാൻ പോകുന്നത്. ഓഹോ, എന്തായാലും പെർഫോമൻസ് നമുക്ക് കാണാം. ഓക്കേ then. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ. ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമുരുകല്ലേ.
മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ. ശിവാനിക്കുട്ടി ചേച്ചി നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു ചേച്ചി. അല്ല ശിവാനി ആക്ച്വലി എന്താ പറയാ അച്ഛൻ പാടുന്നു എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ ശിവാനിയുടെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക ഇവിടെ വന്ന് ശിവാനിനെ ഇങ്ങനെ പാട്ടിലൂടെ വീണ്ടും സപ്പോർട്ട് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് കമന്റ്സ് കേൾക്കാം. ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്, വീട്ടിലെങ്ങനെയാ നമ്മൾ ഇവിടുത്തെ അവസ്ഥ നന്നായിട്ട് അറിയാം. കുടുംബമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എങ്ങനെയാ? തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ. ഓ അത് സോറി, ഐ ആം സോറി, അത് ഓർമ്മിച്ചതിൽ സോറി. ഓക്കെ ശരത് സർ. ചക്രേ അങ്കിൾ സുഖാണോ? മോളെന്ത് രസമായിട്ട് പാടി. താങ്ക് യു. അതുപോലെ എനിക്കറിയാമല്ലോ നേരത്തെ വളരെ നന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പാടുന്ന കാണാൻ തന്നെ ഒരു സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, വളരെ എൻജോയ് ചെയ്തു ഞാൻ. കുറേ സന്തോഷം. എല്ലാം നന്മയുണ്ടാവട്ടെ. വിജയ് ചേട്ടാ, എനിക്ക് ശിവാനി ഇത്രയും ഒരു കൊച്ചുകുട്ടി ഇങ്ങനത്തെ ഒരു പാട്ട് ഇത്രയും ഒരു മെച്യൂറായിട്ട് പാടുന്നത് എന്നാണ് ഒരു അത്ഭുതം തന്നെയാണ്. രണ്ട് ചരണവും ഫിനിഷിംഗ് ഒക്കെ ഭയങ്കരമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ചേട്ടൻ കൂടെ യുവർ വോയിസ് ഇസ് സോ നൈസ് ആക്ച്വലി. വളരെ നല്ല ആ ടിംബർ ഇസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. ആൻഡ് എനിക്ക് തോന്നുന്നത് അച്ഛന് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു ആദ്യം, പക്ഷെ പിന്നെ ലാസ്റ്റ് പല്ലവി വന്നപ്പോഴത്തേക്കും സൂപ്പർബ് ആയിരുന്നു. പക്ഷെ മോള് കലക്കിയിരുന്നു. സൂപ്പർ സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. കാര്യം പറയാനുണ്ട്. എനിക്ക് ഉടുപ്പ് സ്പോൺസർ ചെയ്തത് ലണ്ടനിലെ ബ്രിട്ടോങ്കിലും ദുബായിലെ സിജു ചേട്ടനും പിന്നെ 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 ശരത്തെങ്കിലും പിന്നെ അമേരിക്ക സൗദിയിലെ ഷാഹിദ ചേച്ചിയാണ് എനിക്ക് ഉടുപ്പ് സ്പോൺസർ ചെയ്യുന്നത്. അതായത് ഈ ഷെഡ്യൂളിന്റെ മുഴുവൻ അല്ലേ ശിവാനിക്കുട്ടി? അവരുടെ അടുത്തൊക്കെ ഞങ്ങൾക്ക് ഓരോ ഉടുപ്പൊന്ന് സ്പോൺസർ ചെയ്യാൻ പറ. അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാം. ഞങ്ങൾ ഇവിടെ വിജയ് എന്താ വേണ്ടേ? ഷൂതിയോ? എനിക്ക് ഷൂ മതി. ഷൂ മതി. എനിക്ക് ഒരു കണ്ണട മതി. ശരത്തേട്ടൻ ഒരു നല്ലൊരു എനിക്ക് ജീൻസ് അതുകൊണ്ട് ഇരിക്കുന്ന മോഡൽ. ചേച്ചിക്ക് ഒരു മാല, അത്ര മതി. സൗദി ആയതുകൊണ്ട് മാലയാവാം. ഓക്കെ, എനിക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച്. എനിക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പോൾ ലണ്ടനിൽ നിന്നും സൗദിയിൽ നിന്നും ദുബായിൽ നിന്നും എല്ലാ സ്ഥലത്തും ഗ്ലോബൽ സ്പോൺസർഷിപ്പാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. Thank you so much and keep supporting Shivani. Yes. എല്ലായിടത്തും താങ്ക്സ്. ശിവാനി പിട്ടേക്കുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. വെരി പ്രിറ്റി. അതുപോലെ തന്നെ എന്ത് മനോഹരമായിട്ടാ പാടിയേ. അയ്യോ ഭയങ്കര രസമായിരുന്നു. ആ ചലനത്തിന്റെ അവസാനം ജാനകിയമ്മ ഒന്ന് വലിക്കും ആ ഞാൻ എന്ന് പറഞ്ഞ തുടങ്ങണ സ്ഥലം, അത് അതുപോലെ ഇങ്ങനെ തുടങ്ങി, പക്ഷെ കുറച്ച് പിന്നെ വിട്ടുപോയി. അതൊന്നും പാടിക്കുക. അത് കാരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ നോട്ട് അവിടെ പോയി. അതൊന്ന് പാടും. നോവിൻ മൗനം നിറയുമ്പോഴും നാവിൽ ഗാനം പൊഴിയുന്നല്ലോ, അതു കേൾക്കേട നെഞ്ചിലറിയാതെ ഒരു കൊച്ചു നെടുവീർപ്പിൽ ഒരുകുന്നു ഞാനും. അച്ഛന്റെ പേരെന്താ? ജയസിംഹൻ. ജയസിംഹൻ. ഓ സിംഹം തന്നെയാണ് കേട്ടോ ശബ്ദം. എന്തൊരു സുഖ ടോൺ, വോയിസ് ടോൺ. ഇനിയും നിറയെ പാടണം കേട്ടോ. അച്ഛനും മോളും നിറയെ ഷോസ് ചെയ്യാൻ ഉള്ള ഭാഗ്യം വരട്ടെ. അതിൽ പ്രത്യേക സുഖമാണ് മക്കളുടെ കൂടെ പാടാൻ. Thank you so much. And ശിവാനിക്കുട്ടി, ശിവാനിക്കുട്ടിയുടെ
ഭാവം നല്ല സൂപ്പറായിരുന്നു. താങ്ക് യു ചേട്ടാ. നല്ലൊരു അത്രയും ഓവർ പ്രഷർ വോയിസിന് കൊടുക്കാണ്ട് നല്ല ഒരു നേർത്തമായി പാടി. അത് നല്ലൊരു അതാണ് അതിൻ്റെ കറക്റ്റ് ഫീൽ എന്ന് തോന്നുന്നു. അത് നന്നായി. സർ സൂപ്പറായി പാടിയിട്ടുണ്ട് കേട്ടോ. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് കുറച്ച് ടെൻഷനായി, എല്ലാവർക്കൊക്കെ വിഷമമായി പോയി. പക്ഷെ അത് ഇന്ന് തീർന്നു. സന്തോഷമായി, എല്ലാ മുഖം കണ്ടപ്പോൾ സന്തോഷമായി. അമ്മയ്ക്കും സന്തോഷമായി ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷമായി. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇനിയും ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ കൊണ്ടുവരിക. ശിവാനി ഇതേമാതിരി ഇനി പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. താങ്ക് യു ചേട്ടാ. കേട്ടാ. താങ്ക് യു ചേട്ടാ. ഇനി മാർക്കിലേക്ക് കിടക്കാം. എന്തായാലും ശരത് സാർ ഇസ് ദേർ ടു സപ്പോർട്ട് us. ശരത് സാറിന്റെ കൂടി മാർക്ക് നമ്മൾ എല്ലാവരും കൂടി സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. ശരതേട്ടന് 1 മാർക്ക് എക്സ്ട്രാ കൊടുക്കണോ, 1/2 മാർക്ക് എക്സ്ട്രാ കൊടുക്കണോ? 1 മാർക്ക്. സൂപ്പർ. താങ്ക് യു സുജാത ചേച്ചി. ശരത്തെ 1.5 ആരാ? അപ്പൊ ശരത് അങ്കിളുടെ 0.5 മാർക്കും കൂടെ ചേർത്ത് ശരത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അത്രയും ഒന്നാ, മനസ്സിൽ എന്നെ ഇങ്ങനെ ടെലിപ്പതി ആയിട്ട് എനിക്ക് തന്നു. കുറുമ്പ് കൂടുന്ന പോലെ തന്നെ മാർക്ക് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ ഫാമിലി റൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോ അച്ഛനും അമ്മേനും കൂടി കൊണ്ടുവരണം കേട്ടോ. അമ്മയുടെയും പാട്ട് ഞങ്ങൾക്ക് കേൾക്കണ്ടേ? വേണ്ടേ? അതെന്താ? അതൊരു ഭയങ്കരമായി പോയി. അതൊരു അടിയായി പോയത്. അതെ, ശരി. എന്തായാലും നമ്മൾ കേൾക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അടുത്ത ഫാമിലി റൗണ്ടിൽ എന്തായാലും വരണം. ഓക്കെ. ഹലോ, ഞങ്ങൾക്ക് കേൾക്കണം. അവളുടെ തലയാട്ടിൽ അതൊക്കെ. അതെ, പെട്ടു എന്നുള്ള. ഓ, എങ്ങനെ? ഫാമിലി റൗണ്ട് വരില്ലല്ലോ. ഓഹോ, ഞങ്ങൾ ഉണ്ടാക്കി വരണം. ഇത് ക്വാർട്ടർ ഫൈനൽ ആയിട്ടുള്ളൂ. ഈ സെമി ഫൈനൽ അതും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ വരൂല്ലേ? എങ്ങനെ അറിയും? ശരി, വരുമോ വരില്ല, എന്തിലാവട്ടെ. വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പം ആലോചിക്കാം. ഓക്കെ, ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, താങ്ക് യു അങ്കിൾ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. Welcome back to Superstar Junior. So നമ്മുടെ next contestant on stage ഭാവന. അതെ, മോളെ നന്നായിട്ട് പാടിയിട്ടാ. വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആര്? അതൊക്കെ വിട്ടുപോയി മോളെ കേട്ടോ. നമ്മൾ ആ എപ്പിസോഡ് മറന്നു. പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ ഞെട്ടി. ഇത് ആരാണ്? ലിസ്റ്റോ? ഗിഫ്റ്റ്. ആ, ഗിഫ്റ്റ് നന്നായി പാടിയിട്ടുണ്ട് മോളെ. ഞങ്ങൾ വീട്ടിൽ വന്ന് അല്ല, അത് കേട്ടിട്ട് പോലില്ല. അവിടെ ശരത് സാർ കമന്റ് പറഞ്ഞു. അതെ, ഞാനേ മോനെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാനൊരു ഷോ കണ്ടക്ട് ചെയ്യാൻ വന്നു ചെന്നൈയിൽ നിന്ന് കഷ്ടപ്പെട്ട്. ഇതിനു വേണ്ടി ഈ അവർ പറഞ്ഞു ഈ സൂട്ടും കോട്ടും ഒക്കെ ഇടും. നമ്മുടെ ഈ വയറിന് അതൊന്നും സെറ്റാകത്തുമില്ല. എങ്ങനെയോ ആരോ പണ്ട് ഉസലൈമണി എങ്ങാണ്ടിട്ട് ഒരു കോട്ട് കിട്ടി. അത് മേടിച്ചിട്ട് ഞാൻ വന്ന് എനിക്കാണെങ്കിൽ കഷ്ടമൊക്കെ ചൊറിഞ്ഞിട്ട് പോയാ ചേച്ചി. അത് അഴുക്ക് പിടിച്ചിട്ട് നമ്മൾ 1 2 3 4 പറയുന്നതിന് മുമ്പേ കൈ ഞാൻ ആ കാര്യം ചൊറിഞ്ഞിട്ട് വയ്യ. അപ്പോൾ ഈ സംഭവം നടക്കണം. അപ്പോൾ ഒരു അമ്മയാണ് പാടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ റെഡിയാണല്ലോ, നമുക്ക് തുടങ്ങാമല്ലോ? തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, റെഡി. അപ്പോൾ ഒരു ആഡ്ലി പോർഷനാണ്, ഓർക്കസ്ട്ര തുടങ്ങും. അപ്പോൾ തുടങ്ങും. അപ്പോൾ ഞാൻ സൈലൻസ്. നമ്മൾ കൈ കാണിച്ചില്ലല്ലേ അവർ വായിക്കും. പക്ഷെ നമ്മൾ ചുമ്മാ ഈ കോട്ടിട്ട് നിൽക്കുന്നോണ്ട് ദേവന്മാരെ അത് നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ 1 2 3 4 ഇട്ടത് എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ആയിപ്പോ മോളിപ്പം പറഞ്ഞപ്പോൾ പെട്ടെന്ന് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് പാടിയിട്ടോ. വീട്ടിൽ വന്നിരുന്നു വോട്ട് ചെയ്യാനായിരിക്കും. ആ സംഭവമൊക്കെ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ. മോളെ നന്നായിട്ട് പാടി. കാര്യം ഈ പാട്ടിന് കിട്ടേണ്ട ഒരു സുഖമുണ്ട്. ഒരു ഉഗ്രം കോമ്പസിഷനാണ് രാജാ സാർ. നമ്മൾ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ അറേഞ്ച്മെൻറ്റും മൊത്തത്തിൽ അപ്പം നന്നായിട്ട് പാടി. എന്താ പറയണ്ടത്, മൊത്തത്തിൽ ഒരു നല്ല രസമായിരുന്നു അത് പാട്ട് കേൾക്കാനും.
അത് നയനസുന്ദരവുമായിരുന്നു. ആ പുറയിൽ ഡാൻസ് ചെയ്തവർ എല്ലാവരും. എൻ്റെ അടുത്ത് സ്റ്റീഫൻ പെട്ടെന്നൊരു സംശയം ചോദിച്ചു, അയ്യോ ശരത്തേട്ടാ ഞാൻ ചോദിക്കട്ടെ, എന്നാ പറയുന്നില്ല. അല്ല ഇത് അതിങ്ങനെ ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞാൻ സത്യം പറയുന്നു. അല്ല എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞ മോള് പാടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ശ്രീഫൻ ചോദിച്ചു, ശരത്തേട്ടാ കുറച്ച് ആൺകുട്ടികളും കൂടെ ആവായിരുന്നില്ലേ ഡാൻസിന്? ഇത്ര ആമ്പിളരെ കണ്ടിട്ടില്ല. അല്ല മനുഷ്യനല്ലേ പാവം, നമുക്ക് ക്ഷമിക്കാം. ഇതിന്റെ പുറകില് വേറെ ആരുമല്ല, വിജയനാണ്. അപ്പൊ മോളെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. അവർ ഡാൻസേഴ്സ് പ്രത്യേകം അതിന് കുറേയും കൂടെ അഴകുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ നടക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ വിജയ് ചേട്ടാ. ഭാവന, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം നമ്മുടെ സജന ചേച്ചിക്കും ഡാൻസേഴ്സിനും ഒരു വലിയൊരു അപ്ലോസ് കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ട് അവരുടെ കോസ്റ്റ്യൂംസും അതേപോലെ തന്നെ അതൊക്കെ നല്ലായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും മുകളിൽ നല്ലപോലെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയായിരുന്നു ഭാവനയുടെ പാട്ട്. നല്ല രസമായിരുന്നു. ആ പാട്ടിനനുസരിച്ചുള്ള ആ മോഡുലേഷൻ ആൻഡ് കമൽ സാറ് പാടിയ രീതിയും രേവതി ജാനകിയമ്മ പാടിയ ആ ഒരു ഇതും ഒക്കെ നല്ല രസമായിരുന്നു. സോ വെരി ഗുഡ്, സൂപ്പർ. ഭാവന കലക്കിന്നല്ല, കക്കലക്കി. ഈ പാട്ട് റിസ്ക്കാണ് പാടാൻ, കാരണം ഇതൊരു മിമിക്രി ആയി തീരാം. പക്ഷെ അത് ആ കറക്റ്റ് മിമിക്രിയുടെ സൈഡിലേക്ക് പോവാതെ അതിൻ്റെ ഒരു ആ എക്സ്പ്രഷൻസ് കറക്റ്റായിരുന്നു മോള് പാടിയതെല്ലാം. പിന്നെ ആ ഒരു ചരണത്തിലെ ചില ഡൈനാമിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഫസ്റ്റ് ഉൻകഴുത്തിൽ തോള എന്നെ തവം ചെയ്തോ അവിടേക്ക് എന്ത് രസമായിരുന്നു അറിയാമോ? ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഇത് പറഞ്ഞ പോലെ സജനയുടെ ഗ്രൂപ്പിനെ ഡാൻസേഴ്സിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര രസമായിരുന്നു. എല്ലാം കൂടെ ഒരു കണ്ണിനും കാതിനും വളരെ വളരെ സുഖമായിരുന്നു. സ്റ്റീഫൻ ചേട്ടാ, ഭാവന ഒരു തുവൽക്കൂട കൊടുത്തു, നന്നായി. ഒരു രാജാസാർ മാനിയ തോന്നുന്നു ഇവിടെ നടക്കുന്നത്. അതെ, അപ്പോൾ സന്തോഷം. അങ്ങനെയുള്ള നല്ല പാട്ടുകൾ കൊണ്ടുവന്നതിന്. നല്ല ഫീലായിരുന്നു പാടിയപ്പോൾ, ഒരു ഇൻറ്റൻസ് ഫീലിൽ പാടി ഭാവന. പിന്നെ അവസാനം പാട്ട് കഴിഞ്ഞിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് ഇങ്ങനെ അത് കുറച്ചും കൂടെ പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് പോകേണ്ടത്? ഇവര് കുറച്ച് എക്സ്ട്രാ വെറുതെ വായിച്ചു അല്ലേ? ഇല്ല, വായിക്കുന്നു വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു ഒരു അഡ്വാൻസ് ഡാൻസ് കളിച്ചു. പക്ഷെ ചേട്ടന്മാര് നിർത്തിന്നാ പറയണത്. പക്ഷെ പാട്ട് കഴിഞ്ഞാൽ പാട്ട് നിർത്തും കേട്ടോ. പക്ഷെ കളിച്ചോണ്ടിരുന്നോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കിട്ടും. ഭാവന കലക്കി കേട്ടോ. പിന്നെ എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. ശരത്തേട്ടൻ പറഞ്ഞ മാതിരി ഞാൻ അത്തരക്കാരനല്ല. ഓക്കെ, താങ്ക് യു ഭാവന ഫോർ ബ്രിങ്ങിങ് ദ സോങ്. എനിക്കൊരു കാര്യം പറയുന്നു. സ്റ്റീഫൻ ചേട്ടൻ ഞാനിപ്പോഴും തെറ്റുകാരനാണോ? അത് വെറുതെ പറഞ്ഞു, അത് കഴിഞ്ഞു, ആ എപ്പിസോഡ് കഴിഞ്ഞു. അത് ഒരു ഫാനുണ്ട്, സ്റ്റീഫൻ ചേട്ടന്റെ ഫാനാണ്. ആരാണ് കക്ഷി? പേര് ശ്രീറാം എന്നാണ് പേര്. ശ്രീരാമ. ഞങ്ങൾ വിളിക്കുന്ന ഉണ്ണിമോൻ എന്നാണ് വിളിക്കുന്നത്. ഉണ്ണിമോനെ എവിടെയുണ്ട്? ഉണ്ണിമോ എവിടെ ഉണ്ടോ? അവന് 2 വയസ്സുള്ളൂ. അപ്പൊ സ്റ്റീഫൻ ചേട്ടന്റെ ഫാൻ ആയാലും ഒരു സ്റ്റീഫൻ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അതാണ് അവന് വിവരം ഇല്ലാത്തോണ്ടാണ്. ഒരു 3-4 വയസ്സാവട്ടെ ഫാൻ ഇല്ലാണ്ടായിക്കോളൂ. ഞങ്ങൾ പ്രോഗ്രാം എന്നും കാണും. സ്റ്റീഫൻ ചേട്ടൻ സ്റ്റീഫൻ ചേട്ടൻ സ്റ്റീഫൻ ചേട്ടൻ. സ്റ്റീഫൻ ചേട്ടൻ പറയോ? സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ 2 വയസ്സിലൊക്കെ കുട്ടികളൊക്കെ സംസാരിക്കും. നീ ഏത് വയസ്സിലാണ് സംസാരിക്കാൻ തുടങ്ങി? അല്ല, സ്റ്റീഫൻ ചേട്ടൻ എന്ന് പറയാൻ മാത്രം ആയോ ചോദിച്ചാ? ഭാവന ചേച്ചിയുടെ ചേട്ടനാണ് സ്റ്റീഫൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഉണ്ണിമോനെ കൊണ്ടുവരും അങ്ങോട്ട്? കൊണ്ടുവരാൻ പറ്റില്ല, എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉണ്ണിമോനെ ഹായ്. അപ്പൊ സ്റ്റീഫൻ ചേട്ടന്റെ ഫാനായ ഉണ്ണിമോനെ മോള് ഒരു ദിവസം ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, മോളുടെ പെർഫോമൻസ് കൂടി കാണിക്കാം നേരിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സുജാത ചേച്ചി, കക്കലക്കിയ മോൾക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് എത്രയാ ശരത്തിന്റെ പെർസെന്റേജ്?
വിജയ് ചേട്ടാ. ചേച്ചി വിജയ് ചേട്ടാ. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. നല്ല മാർക്കല്ലേ? ഓക്കെ, അപ്പൊ ഇതേപോലെ നല്ല പെർഫോമൻസുമായി വീണ്ടും വരിക. വീണ്ടും വരണം. ഭാവയും കൊണ്ടുവരണം. അതെ, ഉണ്ണിമോനെയും കൊണ്ട്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. ഓക്കെ, നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അമൽ റോയ്. അമൽ റോയ്. ഹലോ 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 ഹലോ. ഓക്കെ, ഹലോ ഹലോ അപ്പൊ ഹലോ ഹലോ ഹലോ. കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. തീരുമാനമില്ലേ? ശരിയല്ലേ? പാട്ട് പാടണ്ടേ? പാട്ട് പറഞ്ഞോ? ഹലോ പറഞ്ഞു പറഞ്ഞില്ല, വന്നു ഹലോ പറഞ്ഞു പോയി. പിന്നെന്ത് പാട്ട് പറഞ്ഞോ? ഹലോ പറഞ്ഞല്ലേ? ആ, ബാക്കി കാര്യങ്ങൾ ഹലോ പറഞ്ഞതല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ ഇനി എന്താണ് എന്താ ചെയ്യണ്ടേ? റൗണ്ട്സ്. അപ്പൊ ഇത് ഞാൻ നമുക്ക് റൗണ്ടിൽ കിടക്കാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അപ്പൊ ഇത് റൗണ്ടാന്ന് പറഞ്ഞോളൂ. ക്ലാസിക് ഹിറ്റ്സ്. ക്ലാസിക് ഹിറ്റ്സ്. അത് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ടേ പറയുള്ളൂ. ഫുൾ സ്റ്റൈൽ ആണ്. സീ ഓക്കേ. ക്ലാസിക് ഹിറ്റ്സ് ഏത് പാറ്റാണ്? ഞാൻ കാക്കരോ സജിനി ആ എന്ന് പറഞ്ഞ പാട്ട്. പണ്ടത്തെ സ്വാമി. നമ്മളെ യേശുദാസ് അങ്ങള് പാടിയത്. ഓ, ഓക്കേ. അതാണ് ഒരു മൊത്തത്തിൽ ഒരു ലുക്ക്, ക്ലാസിക് ലുക്ക് അല്ലേ? അപ്പോ ക്ലാസിക് ഹിറ്റ്സ് തുടങ്ങാൻ റെഡി അല്ലേ? ആ, തുടങ്ങാറുണ്ട്. പക്ഷെ എന്തായാലും അമലിന് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എയർ സംഭവം പ്രിപ്പറേഷൻ. അതെ, വേണ്ടേ? ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കേ, സൂപ്പർ സ്റ്റാർ ജൂനിയർ കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. ക്ലാസിക് ഹിറ്റ്സ് റൗണ്ടിൽ കാക്കരോ സജിനി എന്ന് പറഞ്ഞ പാട്ടുമായി വരുന്നു അമൽ റോയ്.